മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഏജിൽ ഡിസൈഡ് ചെയ്തൊരു ഡിസിഷനാണ് ഈ ഒരു തൈക്കോണ്ടോ എന്നൊരു ജേണി. ഇപ്പോഴും ആൾക്കാർക്ക് തൈക്കോണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും കരാട്ടയാണോ? സോഷ്യൽ മീഡിയയിൽ ഒരു റീൽസ് ചെയ്യുന്ന അത്യാവശ്യം വ്യൂവേഴ്സ് ഉള്ള ആൾക്ക് കിട്ടുന്ന അത്ര ഒരു അറ്റൻഷനോ അത്ര ഒരു ഫെയിമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല. തൈക്കോണ്ടോന് മുമ്പ് ഞാൻ ഒരു ഭരതനാട്യം പ്രോപ്പറായിട്ട് ഭരതനാട്യം പഠിക്കുമായിരുന്നു. ഒരു പെൺകുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കരിയർ അല്ല. എങ്ങനെയാണ് അവൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിലറിയാലോ. ഒരു സ്റ്റേജ് കഴിഞ്ഞ് പെട്ടെന്ന് കല്യാണം കഴിക്കണം. ആ ഒരു ടൈമിൽ ഒരുപാട് ക്രൈംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈമിലായിരുന്നു. ഞാൻ 9th സ്റ്റാൻഡേർഡ്. അവർക്ക് അന്നേ ടെൻഷൻ, മോളുടെ കല്യാണം നടക്കില്ല എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഞാൻ എന്നും വീട്ടിൽ വിളിച്ച് കരയും, എനിക്ക് വേണ്ട, എനിക്ക് തിരിച്ചു പോകണം. പീക്കിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ AC ടീറാവാണ്. അവറിനകത്ത് ഒരു ലെറ്റർ വന്നു, രേഷ്മി ടീമിനെ പുറത്താക്കും. എന്റെ ഡ്രീംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പുതിയൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായ ഒരു ഗസ്റ്റ് കൂടെയാണ്. നമ്മുടെ പാലക്കാടിന്റെ മണ്ണിൽ നിന്നും നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്ത ഒരു തൈക്കോണ്ടോ അത്ലറ്റും ഒരു ഡെഡിക്കേറ്റഡ് കോച്ച് കൂടെയാണ്. വെൽക്കം ടു അവർ ഷോ മിസ് രേഷ്മ വേണു. പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പച്ചപ്പ്, അതായത് നമ്മളൊരു ക്യാമറ വ്യൂല് പറയുന്നത് പൂരം, ആന, ഉത്സവം, അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രാമീണത, അങ്ങനെയൊക്കെ ഉള്ള ഒരു നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരിക. അവിടെ ഉള്ള ഒരു പാലക്കാട് വില്ലേജിലുള്ള ഒരു കുട്ടിക്ക് കുഞ്ഞുനാളില് എങ്ങനെ ഇതുപോലെ ഒരു എല്ലാരും ചിന്തിക്കുന്നതിൽ ഡിഫറൻസ് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് പോകാനോ അല്ലെങ്കിൽ അത് തെരഞ്ഞെടുക്കാനുള്ള റീസൺ? ഞാൻ പാലക്കാടിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. വടവന്നൂർ എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അവിടെ ഉള്ളവർക്ക്, എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് നമ്മളെപ്പോലെ ഇപ്പോഴത്തെ ഇവിടെ ഉള്ളവരെ പോലെ വലിയ ഡ്രീംസ് ഒന്നുമല്ല. ചെറിയ ഡ്രീംസും ചെറിയ ലൈഫ് സ്റ്റൈലും ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഏജിൽ ഡിസൈഡ് ചെയ്തൊരു ഡിസിഷനാണ് ഈ ഒരു തൈക്കോണ്ടോ എന്നൊരു ജേണി. ആക്ച്വലി ഞാൻ തൈക്കോണ്ടോ എന്താണെന്ന് ആദ്യം പറയാം. തൈക്കോണ്ടോ എന്ന് പറഞ്ഞ ഒരു മാർഷൽ ആർട്ടാണ്. ഇറ്റ്സ് ഇൻ കൊറിയൻ മാർഷൽ ആർട്ട്. കാലുകൊണ്ടും കൈകൊണ്ടും യൂസ് ചെയ്ത് കിക്കിങ്ങും പഞ്ചിങ്ങും ചെയ്യുന്നൊരു ആയോധന കലയാണ് തൈക്കോണ്ടോ. അത് നമുക്ക് 2 പാർട്ടായിട്ടുണ്ട്. ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫൈറ്റിങ്ങും, അതല്ലാണ്ട് പുംസി എന്ന് പറഞ്ഞ 2 ഡിവിഷൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും തൈക്കോണ്ടോ എന്ന് പറഞ്ഞാൽ. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ആൾക്കാർക്ക് തൈക്കോണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും കരാട്ടയാണോ? ബട്ട് എനിക്ക് അതന്നെ പലയിടങ്ങളിലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തൈക്കോണ്ടോ കരാട്ടെ പോലുള്ളൊരു ഗെയിമാണ്. കരാട്ടെ പോലെ, കാരണം കരാട്ടെ ഭയങ്കര ഫെമിലിയർ ആണ്, തൈക്കോണ്ടോ അത്ര ഫെമിലിയർ അല്ല. സോ ഇങ്ങനെയുള്ളൊരു ഗെയിം ആ ഒരു ഏജിൽ ഞാൻ ചൂസ് ചെയ്തു. അന്ന് മെച്യൂരിറ്റി ഒന്നും ഇല്ലാണ്ട് ഒരു ഫണ്ടിന്റെ പുറത്ത് ഞാൻ ചൂസ് ചെയ്തതാണ്. ബട്ട് ഗ്രാജുവലി അതെനിക്ക് എൻ്റെ ഒരു ഐഡന്റിറ്റി ആയി മാറി, എൻ്റെ ഈ തൈക്കോണ്ടോ എന്ന് പറഞ്ഞത്. പിന്നെ അതിനുശേഷമുള്ള ഗ്രോത്ത് ആണ് പിന്നെ ഞാനിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി വരുന്ന കുട്ടികൾ എന്തുകൊണ്ട് തൈക്കോണ്ടോ പഠിക്കണം, അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ട ആവശ്യകത എന്താണ്? അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടിയ മെറിറ്റ് എന്താണ്? സോ സിമ്പിളായി ചോദിച്ചാൽ എന്തുകൊണ്ട് തൈക്കോണ്ടോ പഠിക്കണം? ഞാനും മുൻപ് മെൻഷൻ ചെയ്ത പോലെ തൈക്കോണ്ടോ എന്ന് പറഞ്ഞ ഒരു കൊറിയൻ മാർഷൽ ആർട്ടാണ്. കൈകൊണ്ടും കാലുകൊണ്ടും യൂസ് ചെയ്യുന്ന ഒരു ആയോധന കലയാണ് തൈക്കോണ്ടോ. എല്ലാവരുടെ മൈൻഡിലും തൈക്കോണ്ടോ, കരാട്ടെ, മാർഷൽ ആർട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു അടി പിടി എന്നൊരു മൈൻഡാണ്. ബട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൈക്കോണ്ടോ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്ട് എന്ന് പറയുന്നത് കിക്കിങ് മാത്രമല്ല, ഇറ്റ്സ് കോൺഫിഡൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും, ഇപ്പൊ നിങ്ങളൊരു മാർഷൽ ആർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എന്തെങ്കിലും ബാഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ നമ്മുടെ കോൺഫിഡൻസ് അവരെ ബാഡ് ഇന്റൻഷൻ അവിടെ കട്ട് ചെയ്യണം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ തോന്നിയാൽ പോലും നമ്മുടെ കോൺഫിഡൻസ് കാരണം ആ ഒരു മൈൻഡ് അങ്ങ് മാറും. കാരണം അവർക്കറിയാം, ഞാൻ ഏതെങ്കിലും രീതിയിൽ ബാഡായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവര് വരാൻ പോകുന്ന റിസൾട്ടും അത്രയും ഡേഞ്ചർ രീതിയിലുള്ളതായിരിക്കും എന്നൊരു മൈൻഡ് അവർക്കും ഉണ്ടാവും. സോ അതുകൊണ്ട് മെയിനായിട്ട് കോൺഫിഡൻസ്. തൈക്കോണ്ടോ പഠിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും, ഈ തൈക്കോണ്ടോ മാർഷൽ ആർട്ടിൽ മാത്രമല്ല ലൈഫിലും ഈവൻ സ്പോർട്സിലാണെങ്കിലും കോൺഫിഡൻസ് ലെവൽ വളരെ അധികം കൂടുതലായിരിക്കും. തൈക്കോണ്ടോ എന്നൊരു മാർഷൽ ആർട്ട് ലൈഫിൽ ചൂസ് ചെയ്യാൻ ആരെങ്കിലും ഇൻസ്പയർഡ് ആയ പേഴ്സൺസ് ഉണ്ടോ? അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു ചൂസ് ചെയ്യാ? ഒരു തൈക്കോണ്ടോ ഇൻസ്പയറിങ് ആ ഒരു ഏജിൽ എനിക്ക് ഇൻസ്പിറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ തൈക്കോണ്ടോ ആദ്യമായി ചെയ്തു തുടങ്ങുന്നത് 6th സ്റ്റാൻഡേർഡിൽ വെച്ചായിരുന്നു. ഒരു വിദ്യോദയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ഒരു പാർട്ട് ഓഫ് കരിക്കുലമായിട്ട് ചെയ്ത് സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1 hour ചെയ്യുന്ന ഒരു ഫൺ ആക്ടിവിറ്റി എന്ന രീതിയിലാണ് വന്നത്. അന്ന് എനിക്ക് ആ ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളും എനിക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫൈറ്റിംഗ് മൂവീസൊക്കെ ഒരുപാട് കാണുമായിരുന്നു. ബ്രൂസ് ലീ,
ബ്രൂസ്ലിയാണ് മെയിൻ. ഫൈറ്റിംഗ് ഒക്കെ കാണുന്ന സമയത്ത് ഫൈറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്. രണ്ടാമത് എനിക്കൊരു സിസ്റ്ററും എനിക്കൊരു ബ്രദറുമാണ്. അപ്പോൾ യങ്ങർ ബ്രദറാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഷീസ് ലൈക്ക് എ മോം. ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളാണ് എൻ്റെ ഒരു ഏജിനുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അടിയും പിടിയും ഒക്കെ ആയി അങ്ങനെ ഒരു രീതിയിൽ ഒരു നോർമലായിട്ട് തുടങ്ങിയതാണ്. ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഏജിൽ തുടങ്ങിയ ഒരു ഫണ്ണാണ് ഇന്ന് എനിക്കൊരു ഐഡന്റിറ്റി ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ ലൈഫ് എനിക്കൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത് ഈ ഒരു ഇങ്ങനെ ഗെയിമാണ്. ലൈക്ക് തായ്ക്കൊണ്ടോ ചൂസ് ചെയ്ത് സ്കൂൾ ടൈമിലൊക്കെ നമുക്ക് പാരന്റ്സിന്റെ കുറെ ഇതുണ്ടാവും, ഡാൻസ് പഠിക്കണം അല്ലെങ്കിൽ തായ്ക്കൊണ്ടോ പഠിക്കണം. തായ്ക്കൊണ്ടോ സ്പോർട്സിലേക്ക് അവർ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറവായിരിക്കും, കൂടുതലും ഡാൻസ്, ഡ്രോയിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പൊ ഈ തായ്ക്കൊണ്ടോ ചൂസ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനില്ലേ തായ്ക്കൊണ്ടോന് മുമ്പ് ഞാൻ ഒരു പ്രോപ്പറായിട്ട് ഭരതനാട്യം പഠിക്കുമായിരുന്നു. ആ ടൈമിലാണ് എൻ്റെ സ്കൂളിൽ തായ്ക്കൊണ്ടോ സ്റ്റാർട്ട് ആവുന്നത്. അതിനെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് പോയി. അപ്പോൾ അതിനകത്ത് കുറച്ച് കിക്കും കാര്യങ്ങളുണ്ട്. ബട്ട് അറ്റ് ദ ഏജിൽ ഞാൻ സെയിം ടൈമിൽ കൊണ്ടുപോയിരുന്നു. ഫസ്റ്റ് 1 hour ഡാൻസും അതിനുശേഷം 1 hour തായ്ക്കൊണ്ടോ അങ്ങനെയായിരുന്നു. ബട്ട് ആ ഒരു ഏജിൽ വൺ ഡേ എനിക്ക് ചൂസ് ചെയ്യേണ്ടി വന്നു. ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, കോമ്പറ്റീഷൻ. അതല്ലാതെ ഭരതനാട്യം അരങ്ങേറ്റം, നമ്മളെ ഭരതനാട്യത്തിലെ ഏറ്റവും മെയിനായിട്ട് അരങ്ങേറ്റമാണല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു ഏജിൽ ഒന്നും മനസ്സിലാക്കാത്തൊരു ഏജിൽ ചൂസ് ചെയ്യേണ്ടി വന്ന സമയത്ത് അന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ചൂസ് ചെയ്തൊരു ഗെയിമാണ് തായ്ക്കൊണ്ടോ. പാരൻസിന് ആദ്യമൊന്നും അറിയില്ല, കാരണം ഫസ്റ്റ് എല്ലാം നമ്മുടെ ഈ ഗ്രാമം നാട്ടിൻപുറത്തുള്ള ആൾക്കാർ കേൾക്കുന്ന സമയത്ത് തായ്ക്കൊണ്ടോ കിക്ക് ചെയ്യുക ഒരു പെൺകുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കരിയർ അല്ല, എങ്ങനെയാണ് അവൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും, നാട്ടുകാരെന്ത് പറയും, ഇങ്ങനെയുള്ളൊരു തിങ്കിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായിരുന്നു. ഗ്രാജ്വലി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി, ഓക്കെ എൻ്റെ മോൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, അവൾക്ക് ഇതിനകത്ത് ചിലപ്പോൾ കരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഗ്രാജ്വലി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. ബിഗിനിങ് സ്റ്റേജിൽ അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പിന്നെ അവർക്കും അതിനകത്ത് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാനത് ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്നുണ്ടെന്ന് കണ്ടത് കൊണ്ടാണ് പാരൻസും പിന്നെ എഗ്രി ചെയ്ത് പിന്നെ അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ ജേർണിയിൽ. നമ്മൾ ഇങ്ങനത്തെ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതാണ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടെ ചുറ്റുപാടുള്ളവര് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വില്ലേജ് ആണല്ലോ, അപ്പോ നിങ്ങൾ ഇതിലേക്ക് ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോ ചുറ്റുമുള്ളവർ ഇത് തല്ലുകൊള്ളാൻ പോകുന്നു, ഇത് ഇടികൊള്ളാൻ പോകുന്നു, നമ്മുടെ നാട്ടിൻപുറത്തു നിന്നുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ നാടും നാട്ടുകാരും നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എത്രത്തോളം രേഷ്മയെ ഇതുപോലെ നാഷണലിൽ കളിക്കാനും അല്ലെങ്കിൽ ഈ നിലയിലെത്താൻ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പം ഈവൻ നമ്മൾ പ്രൊഫഷണൽ ആണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യുണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് എൻ്റെ പാരൻസ് ചെയ്തത്. ഒരുപാട് ക്രിറ്റിസിസം, ഒരു പെൺകുട്ടിയാണ് മെയിൻ, എല്ലാവരും പെൺകുട്ടിയാണ്, ഹോസ്റ്റലിൽ പോയിട്ട് തനിച്ച് എങ്ങനെ, ഏജ് 14 years, എന്ത് സംഭവിക്കും എന്നുള്ളൊരു മൈൻഡായിരുന്നല്ല. ഒരുപാട് പേര് ഈവൻ അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും എങ്ങനെ ഇങ്ങനെ നടത്തും, ഇതെങ്ങനെ കുട്ടി സർവൈവ് ചെയ്യും പറഞ്ഞ സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തതെന്ന്. അവരുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് ഇന്ന് എന്നെ ഓരോ സ്റ്റെപ്പും ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. നമ്മളിങ്ങനെ ഈ കൺസിസ്റ്റന്റ് ആയി പ്രാക്ടീസും സ്റ്റഡീസും എല്ലാം കഴിഞ്ഞ ഒരു ഫസ്റ്റ് മെഡൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഒരു മൂമെന്റ് ഉണ്ടാവില്ല, മാമിനും ഉണ്ടാവും. കാരണം ഫസ്റ്റ് ഒരു ഗെയിമിൽ മാം ജയിച്ചു വരുന്നത് എങ്ങനെയായിരുന്നു ഫാമിലിക്കും അല്ലെങ്കിൽ മാമിന് എങ്ങനെയായിരുന്നു ആ ഫീൽ ഉണ്ടാവും? ഒരു ഫസ്റ്റ് മെഡൽ അതിന്റെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് മെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് കളിക്കുന്നത് കാഞ്ഞങ്ങാട് കാസർഗോഡ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഏതാണെന്നൊന്നും അറിയില്ല. ആദ്യത്തെ സബ് ജൂനിയറിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു അത്. ഒന്നും അറിയില്ല. ആദ്യത്തെ റൗണ്ട് ജയിച്ചു, രണ്ടാമത്തെ റൗണ്ട് ജയിച്ചു, ലാസ്റ്റ് ഫൈനൽ ഏതൊരു നല്ല ടഫായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു, അത് അറിയില്ലായിരുന്നു. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഫണ്ണായിട്ടാണ് തോന്നുന്നത്. മീൻസ് ഫൈറ്റ് ചെയ്യാൻ അറിയാണ്ട് നമ്മൾ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് പോയിട്ട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ ആയി പോയി എങ്ങനെയോ ഫൈറ്റ് ചെയ്തു, ജയിച്ചു. തിരിച്ചു വന്ന സമയത്ത് അത്രയും ടൈമിൽ പാരൻസിനും എല്ലാവർക്കും, ഈവൻ സൊസൈറ്റി ആണെങ്കിലും പാരൻസിനും എല്ലാവർക്കും കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എല്ലാവരും ഫണ്ണായിട്ട് ചെയ്യുന്നു, അവളൊരു സ്പോർട്സ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ എന്ന രീതിയിൽ. അപ്പോഴാണ് ഈ ഒരു മെഡൽ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് മോള് എന്തൊക്കെയോ
മീൻസ് സംതിങ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആൾക്ക് ഇതിലൊരു എന്താ പറയാ ഫ്യൂച്ചർ ഉണ്ട് എന്ന് ആ ഒരു മെഡലിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആൾക്ക് ടാലന്റ് ഉണ്ട്, ഇവൾക്ക് ഇന്ന് ഇവിടെ സ്റ്റേറ്റ് ഈ ഒരു 2-3 months ട്രെയിനിങ് ചെയ്ത് സ്റ്റേറ്റ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾക്ക് മേ ബി ഇതിലും ബെറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു മെഡലിന് ശേഷമാണ് വന്നത്. ഇങ്ങനെ മെഡലൊക്കെ കിട്ടി പുതിയ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിയ ടൈമിലായിരിക്കും മാമിന് സായിലേക്ക് ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ സായിലേക്ക് ട്രൈ ചെയ്യണത്. ആ ജേണി എങ്ങനെയായിരുന്നു? സായിലേക്ക് കിട്ടാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു? അല്ലെങ്കിൽ ഈ സായി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എങ്ങനെയായിരുന്നു മാമിനൊരു ഐഡിയ ഉണ്ടാവും? നമുക്ക് ഫസ്റ്റ് ഒന്നും ആരും പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നൊരു സ്റ്റെപ്പ് എടുത്തത്? സായിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ഞാൻ പോയിട്ടുള്ളത്, ഞാൻ ഇത്രയും കാലം ചെയ്തത് ട്രിവാൻഡ്രത്തുള്ള സായിലോട്ടുള്ള ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു കോച്ചിൻ്റെ പേരാണ് സുരേഷ്. ആ സാറാണ് ഇതുപോലെ റെക്കമെൻഡ് ചെയ്ത്, ഇതുപോലെ സായി സെലക്ഷൻ ഉണ്ട്, നിനക്ക് ടാലന്റ് ഉണ്ട്, നീ അവിടെ പോയി നോക്ക്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ കരിയർ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്ന രീതിയിൽ. ഞാൻ ഫസ്റ്റ് ടൈം പോയി, എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയൊക്കെ ഫെയിൽ ആയിട്ടുണ്ടോ ഞാൻ അവിടെയാണ് ഒന്നും കൂടെ ട്രൈ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. എനിക്കൊന്ന് അതായിരുന്നു തോന്നുന്നു എൻ്റെ ബിഗിനിങ്. അപ്പോൾ അതിന് കിട്ടിയില്ല. രണ്ടാമത്തെ വട്ടം വീട്ടുകാർക്ക് ഭയങ്കര വിഷമമായി, അയ്യോ കിട്ടിയില്ല. അവർക്കും അറിയില്ല എന്താണെന്നൊന്നും അറിയില്ല, ബട്ട് അവർക്ക് വിഷമമായി. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ഇയർ വീണ്ടും സെലക്ഷൻ വന്നു. സെലക്ഷൻ വന്നപ്പോൾ ഞാൻ ഇതുപോലെ പോയി, എനിക്ക് സെലക്ഷൻ കിട്ടി. അത് വെച്ചാൽ അവിടെ നോക്കുന്നത് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നാഷണൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആ ടൈമിൽ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ മെഡൽ വേണം. മെഡൽ ഇന്ത്യയിൽ മാത്രമേ നമുക്ക് സായിൽ എൻട്രി കിട്ടുള്ളൂ. ഫസ്റ്റിൽ സ്റ്റേറ്റിൽ മെഡൽ വരുന്നു, ഗോൾഡ് വരുന്നു. അതിനുശേഷം ഞാൻ സബ് ജൂനിയർ നാഷണൽസ് പോകുന്നു ഹരിയാന. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഈ സായിൻ്റെ സെലക്ഷൻ ട്രയൽസിൽ പോയി എനിക്ക് സെലക്ഷൻ ട്രയൽസ് കിട്ടുന്നത്. അങ്ങനെ അതിനുശേഷമാണ് ഈ സെലക്ഷൻ ട്രയൽസ് കിട്ടി. അതിനുശേഷമാണ് എൻ്റെ ഈ തായ്ക്വാൻഡോ എന്ന ജേർണി പ്രൊഫഷണൽ ആയിട്ട് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷമായി പാലക്കാട് അല്ലെ, പ്രോപ്പറായിട്ട് പാലക്കാട് ഒരു വില്ലേജ് എന്നാണ്. സോ ഇപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു ഗ്രാമീണത, അതായത് നല്ല പട്ടുപാവാടൊക്കെ ഇട്ട് നല്ല അമ്പലത്തിലൊക്കെ പോയി നല്ല അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ആ ഒരു ചുറ്റുപാടിൽ വളർന്ന രേഷ്മ ഇപ്പൊ സായി പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറിയപ്പോ, അല്ലെങ്കിൽ അതുപോലൊരു എൻ്റയർ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ പാലക്കാട് ഉള്ള ഒരു ആംബിയൻസും അതുപോലുള്ള ചുറ്റുപാടും എല്ലാം സായിലും ഒന്നുണ്ടാവാം. ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ പറഞ്ഞ പോലെ അതർ സ്റ്റേറ്റിലെ കുട്ടികളൊക്കെയാണ്. അപ്പൊ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു അവിടെ ഫസ്റ്റ് അവരുമായിട്ടുള്ള എന്താ പറയാ ഒന്ന് മിംഗ്ലാവാൻ ടൈം എടുത്തോ? മേ ബി ഇല്ലേ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികൾ നിങ്ങളെക്കാളും മേ ബി ഫിറ്റ്നസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അതർ സൈഡ് പല ഡിഫറൻസും ഉണ്ടാവുമല്ലോ. അതായത് ഒപ്പമുള്ള ഫ്രണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് എന്നുള്ള ഗ്രാമീണമായിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു കുട്ടിയായിരുന്നു ഞാൻ. അവിടെ പോയപ്പോൾ സായിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബെസ്റ്റ് സ്റ്റുഡൻസ് ആണ് അവിടെ ഉണ്ടാവും. അത് മലയാളികൾ മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനം ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്സിലുള്ള ബെസ്റ്റ് കുട്ടികളെ അവർക്ക് ചൂസ് ചെയ്തെടുക്കാം. അങ്ങനെ എൻ്റെ സെന്ററിൽ മണിപ്പൂർ, ഹരിയാന, പഞ്ചാബ്, കേരളത്തിൽ നിന്ന് കുറച്ച് പേര്, അങ്ങനെ എല്ലാവരും ആയിരുന്നു. അവിടുത്തെ കൾച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. സ്പോർട്സിൽ വരുന്ന ഷോർട്സ് ഇടുന്നത് എനിക്ക് ബിഗിനിങ് സ്റ്റേജിൽ ഭയങ്കര, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്രയും പാമ്പേർഡ് ആയിട്ട് വന്ന ഫാമിലി, ഞാൻ എന്നും വീട്ടിൽ വിളിച്ച് കരയും, എനിക്ക് വേണ്ട, എനിക്ക് തിരിച്ചു പോകണം. അതിനുശേഷം ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് കരയായിരുന്നു ആ ഒരു ഏജിൽ. അതിനുശേഷം പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് സീനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് മനസ്സിലാക്കി. ഓൾറെഡി അവിടെ നിൽക്കുന്നൊരു പാലക്കാട് നിന്ന് ഒരാളും കൂടി ഇരുന്നു, രമ്യ എന്ന് പറഞ്ഞായിരുന്നു ചേച്ചി. അപ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷമാണ് ആ ഒരു സിക്നസ്സും ഹോം സിക്നസ്സും മാറിയത്. എനിക്ക് തോന്നിയത് ഏറ്റവും പ്ലസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോച്ചസ് എനിക്ക് രണ്ട് കോച്ചസാണ്, കണ്ണൻ ബാലാദേവി മാമും ബാലഗോപാൽ സാറും. ഇവർ ഹസ്ബൻഡ് വൈഫാണ്. മാം മണിപ്പൂരിൽ നിന്ന്, സാറ് മലയാളിയും. സോ ഓൾറെഡി ഒരു നോർത്ത് ഇന്ത്യൻ, ഒരു ഞങ്ങളുടെ എന്താ പറയാ ഗോഡ് ഫാദർ ആയിട്ടുള്ള കോച്ചസ് രണ്ടുപേരും, ഒന്ന് നോർത്ത് ഇന്ത്യനും ഒന്ന് കേരളമാണ്. അപ്പൊ അവിടെ ആദ്യമേ ഞങ്ങളുടെ ഒരു ബിഗിനിങ് അങ്ങനെയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഉണ്ട്. അപ്പൊ അവര് നമ്മളെ കംഫേർട്ട് ചെയ്തതാ സത്യത്തിൽ. മീൻസ് നിങ്ങളെല്ലാം സെയിം ആണ്, നിങ്ങൾ കഴിക്കുന്നത് ഒന്നാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരേ ട്രെയിനിങ് ആണ്, അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെക്കാളും നന്നായി ബെറ്ററായി ചെയ്തു കൂടാ എന്നൊരു മൈൻഡ് നമ്മൾക്ക് അവിടെ നിന്നാണ് വരുന്നത്.
മേ ബി ചിലപ്പോൾ കോച്ചസ് രണ്ടുപേരും മലയാളി ആയിരുന്നെങ്കിൽ ഇതുപോലെ എനിക്ക് ഒരുപാട് പ്രശ്നം, എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് നോക്കിയ സമയത്ത് അവർക്ക്, കാരണം നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ കൾച്ചർ വളരെ ഡിഫറൻസ് ആണ്. അവർ കൊച്ചിലെ തന്നെ ഈ ഷോർട്സ് ഒക്കെ ഇട്ട് നല്ല ഓടുന്നതും അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് വന്നിട്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാണ്ട് ഇതിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഈ കോച്ചസ് കൺവിൻസ് ചെയ്ത് കോച്ചസ് മനസ്സിലാക്കി തന്നു, ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എവിടെയൊക്കെ എനിക്ക് ഡൗട്ട്സ് വരുന്നോ അവർ അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. രണ്ടാമതുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം അവരുടെ ടാലന്റും എൻ്റെ ടാലന്റും ഡിഫറെൻ്റാണ്. അപ്പൊ അവരുടെ കൂടെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ലൈക്ക് എന്താ പറയാ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ കാര്യങ്ങൾ ഞാനത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ആ ഒരു പ്ലസ് പോയിന്റ്സ് അല്ലാതെ എനിക്കും കൂടെ വന്ന് എൻ്റെ ഗെയിമിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വരാൻ തുടങ്ങി അവരുടെ കൂടെ ചെയ്തിട്ട്. കാരണം നമ്മൾക്ക് ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ സർക്കിൾ നല്ല വലിയ സർക്കിൾ ആണെങ്കിൽ നമ്മളും ഒരു വലിയ സർക്കിളിലോട്ട് പോകും. അതല്ലാണ്ട് നമ്മളൊരു ചെറിയൊരു സർക്കിളിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ആ ഒരു ചെറിയ സർക്കിളിൽ തന്നെ ഇരിക്കും. അപ്പൊ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്, അന്ന് തോട്ട്സ് വന്നിട്ടുണ്ടെങ്കിലും അത് ഗ്രാജുവലി അത് മാറുക ചെയ്തത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗ്രാജുവലി മാറി. അതിന്റെ ബെസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വലിയ സർക്കിളിൽ നിന്ന് ഞാൻ ആ ഒരു വലിയ സർക്കിളിലോട്ട് എന്താ പറയുക ഇൻവോൾവ് ആവുക ചെയ്തത്. അല്ലാണ്ട് ഞാൻ അവരെ വലിച്ച് താഴോട്ടിടാണ്ട് ഞാൻ അവരതിലോട്ട് ഇൻവോൾവ് ആയി. ഞാൻ എൻ്റെ ഗ്രോത്തിന് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. ഇതുപോലെ ഇപ്പൊ നിങ്ങളെ പോലെ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഇനി വരാനുള്ള കൊച്ചുങ്ങളുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഇതേപോലെ അച്ചീവ്മെന്റ്സ് നേടാനുള്ള രേഷ്മയിലെ പോലെ അല്ലെങ്കിൽ രേഷ്മയിലേക്കാളും കൂടുതൽ അച്ചീവ്മെന്റ്സ് നേടിയെടുത്ത് ഒരു ഇന്റർനാഷണൽ തലത്തിലെത്താൻ അവരെന്തൊക്കെ ശ്രദ്ധിക്കണം? അവര് ഏത് ലെവൽ മുതലാണ് അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നല്ല, നമ്മൾ എവിടെ എത്തുന്നു എന്നാണ് നമ്മളെല്ലാവരും നോക്കുന്നത് ലൈഫിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും അതാണ് ആദ്യം നോക്കേണ്ടത് ലൈഫിൽ. പിന്നെ ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നതല്ല, ഒരു ഗെയിമിനെയോ ഒന്നിനും ഞാൻ ജഡ്ജ് ചെയ്യുന്നതല്ല. ഈവൻ ഡാൻസിങ് ആണെങ്കിലും അതൊരു ബ്യൂട്ടിഫുൾ ആർട്ടാണ്. തൈക്കോണ്ടോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർ മാർഷൽ ആർട്ടാണ്. ഇന്നത്തെ ജനറേഷനിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴോ എന്തെങ്കിലും ചെയ്യാൻ വരുന്നത് നമുക്ക് വേറൊരു രീതിയിൽ നമ്മളൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഈവൻ എല്ലാവർക്കും ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ട്. മാർഷൽ ആർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ വരും, അത് കഴിഞ്ഞാൽ എല്ലാവരും അടിക്കും ഇടിക്കും. ഇതെല്ലാം അതെ. മാർഷൽ ആർട്ടിന് മെയിൻ ആയിട്ട് ഒന്ന് ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ, അറ്റ് ദ സെയിം ടൈം മൈൻഡ് സെറ്റും സ്ട്രോങ് മൈൻഡാണ് നമ്മളുടെ. ഇപ്പോൾ ഒരാളെ അടിക്കാൻ ഇപ്പോൾ ഒരാളെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഏത് രീതിയിൽ അത് ഗ്രാജുവലി പേഷ്യൻസും കാര്യങ്ങളെല്ലാം ഗ്രാജുവലി വരുന്നതാണ്. നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്നതിനോളം നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആവുക ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ മാർഷൽ ആർട്ട് പഠിക്കുന്ന ഒരാളെ അടിക്കാനല്ല. ഇപ്പോൾ എൻ്റെ ബോഡി, ഇപ്പോൾ ഞാൻ അത്രയും വർക്കൗട്ട് ചെയ്ത് എനിക്കിപ്പോൾ ഒരു നല്ല സ്ട്രെങ്ത് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൽ വന്ന ഒരാൾ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഒരിക്കലും എന്നോട് ഒരു ബാഡായിട്ട് എന്താ പറയുക ഒരു തോട്ട്സോ വരുന്ന സമയത്ത് അയാൾ ഒരു വട്ടം തിങ്ക് ചെയ്യും, ഓക്കെ അവളുടെ കണ്ണിൽ ആ കോൺഫിഡൻസ് ഉണ്ട്, അവള് ഷൈ ടൈപ്പ് അല്ല. സോ എന്തെങ്കിലും തെറ്റായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് അവർ തിങ്ക് ചെയ്യും, ഓക്കെ ഇപ്പം നമ്മളൊരു പാവം നമ്മൾ അറിയാത്ത ഒരു എന്ത് ചെയ്യും, നമ്മുടെ എക്സ്പ്രഷൻസ് എല്ലാം കണ്ണിൽ വരുമല്ലോ. ആ ഒരു രീതിയിലാണ് മെയിൻ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് ആണ് ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മെയിനായിട്ട്. സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് മെയിൻ കോൺഫിഡൻസ് ഇത് പഠിച്ചിരിക്കുന്ന സമയത്ത് എനിക്കുണ്ട്, ഓക്കെ എൻ്റെ കയ്യിൽ മാർഷൽ ആർട്ട് ഉണ്ട്, ഇപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും എനിക്ക് പറ്റും ഒരാളെ അടിച്ചിടാൻ എന്നുള്ളൊരു മൈൻഡ് ഹൈ ആവും. കാരണം ഓൾറെഡി എൻ്റെ കയ്യിലൊരു ആർട്ട് ഉണ്ട്. ഈവൻ ഇപ്പൊ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾക്കൊരു ഡിഷ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പം മേ ബി ഇത്രയും പ്രൈസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ലൈക്ക് അത് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു മാർഷൽ ആർട്ട് ഉണ്ട്, എനിക്കിപ്പോൾ അതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഞാൻ ഇപ്പോഴത്തെ ടൈമിൽ എനിക്ക് UAE സേഫാണ്. നാട്ടിലാണെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നൈറ്റ് ആണെങ്കിലും പോയാലും ഞാൻ നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സ്കൂട്ടി ഡ്രൈവ് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ ട്രൈ ചെയ്യും, ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ എന്നെ കൊണ്ടുള്ള കഴിവുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം അതാണ് മെയിനായിട്ട് എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടാണ് അതാണ് ഫസ്റ്റ് ഇമ്പ്രൂവ് ആവുക. നമ്മൾ മാർഷൽ ആർട്ട് പഠിക്കുന്നത് കൊണ്ട് അതാണ് ഫസ്റ്റ് ഇമ്പ്രൂവ് ആവുന്നത്, കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ഈ ഗെയിമിൽ മാത്രമല്ല ലൈഫിലാണെങ്കിലും ഡിസിഷൻ മേക്ക് നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത്രയും എന്താ പറയുക അത്രയും കോൺഫിഡൻസ് വേണം ലൈഫിൽ. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഈ മാർഷൽ ആർട്ട് രീതിയിൽ തന്നെ നമ്മുടെ ലൈഫിനെ എന്താ പറയുക ഈ ലൈഫ് മൊത്തത്തിൽ ഈ ഒരു ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യും ഈ ഒരു മാർഷൽ ആർട്ട് പഠിക്കുന്നത് കൂടെ.
കൺസിസ്റ്റന്റ് ആയ പ്രാക്ടീസും ഹാർഡ് വർക്കിങ്ങും എങ്ങനെയാണ് സ്പോർട്സ് കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക? ഇത്രയും കൺസിസ്റ്റന്റ് ആയ ഒരു ഫീൽഡിൽ ഒരു ഡിസിപ്ലിൻ മാൻഡേറ്ററി ആണ്. എങ്ങനെയാണ് ഒരു ഗ്രോത്ത്? അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ യൂസ്ഫുൾ ആക്കണം? സ്പോർട്സിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു ഫീൽഡിലും കൺസിസ്റ്റൻസിയാണ് ഏറ്റവും മെയിൻ ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണലി എൻ്റെ പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ മോട്ടിവേഷൻ ഇന്ന് വരും, ചിലപ്പോൾ ഇന്ന് മോട്ടിവേഷൻ ഉണ്ടാവും, നാളെ മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഇന്ന് വരും നാളെ വരും. നമ്മൾ എന്നും ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയി മോട്ടിവേഷൻ വന്നാൽ റിസൾട്ട് നോക്കാതെ കൺസിസ്റ്റൻസിയോടെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു കാര്യം വർക്കൗട്ട് ആവുന്നത് എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നത്. പേഴ്സണലി എൻ്റെ ബിലീവ് അതാണ്. അതന്നെയാണ് എൻ്റെ ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഏജിൽ എൻ്റെ മൈൻഡിലോട്ട് വന്നത്. എൻ്റെ മൈൻഡിൽ എന്നും ഉണ്ടായിരുന്നു, രേഷ്മ നീ എന്നാണോ ഞാൻ ആ ഒരു ഏജിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എന്നാണോ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് അന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ആദ്യമൊന്നും മനസ്സിലായില്ല കേട്ടോ. എനിക്ക് മീൻസ് ആദ്യം ഈ 9th 8th 9th 10th ഒരു ഏജിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് ഗ്രാജുവലി എനിക്ക് മനസ്സിലായി, ഞാൻ എവിടെയൊക്കെയാണോ എൻ്റെ 101% ഞാൻ കൊടുത്തിട്ടുള്ളത് അവിടെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതാണ് മെയിൻ. അപ്പൊ എങ്ങനെയാണ് ഇത് ഈ ബാക്കിയുള്ളവരും എന്നിൽ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ 2 hours 3 hours ആക്കുന്നു. 2 hours ട്രെയിനിങ്ങിന് 3 hours ഞാൻ ചെയ്യുന്നു എനിക്ക് വേണ്ടിയിട്ട്. 2 hours അതുപോലെ ഈവനിങ്ങും മോർണിംഗും ചെയ്യുന്നു. അപ്പൊ ആ ഒരു എൻ്റെ മസിൽ മെമ്മറി ഓട്ടോമാറ്റിക്കലി വരുന്നു. ഇപ്പൊ നമ്മൾ കണ്ണടിച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നേരെ വായിലോട്ടല്ലേ, അതുപോലെ ഞാൻ ട്രെയിനിങ് ചെയ്ത് ചില കാര്യങ്ങൾ ഞാൻ അറിയാതെ തന്നെ ആ ഒരു ടെക്നിക്കുകളെല്ലാം എൻ്റെ കാലിൽ മസിൽ മെമ്മറി ആയിട്ട് മാറുന്നു. ഈ മസിൽ മെമ്മറിയാണ് ഈ ഹാർഡ് വർക്ക് ചെയ്യാത്തവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ എക്സോസ്റ്റ് ആവും, നമ്മൾ ട്രെയിനിങ് ചെയ്ത് ഫുൾ നമ്മൾ ചാമ്പ്യൻഷിപ്പിനിടയിൽ മടുത്ത് തളർന്ന് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുള്ളൂ, മസിൽ മെമ്മറി. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, പക്ഷെ നമുക്ക് വിൻ ചെയ്യണം. അപ്പം നമ്മളെ അറിയാണ്ട് നമ്മുടെ ഈ കാല്, തായ്ക്കൊണ്ടോ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി കാലുകൊണ്ടുള്ള കിക്കിങ് ആണ്, അത് നമ്മളെ അറിയാതെ നമ്മുടെ കാല് പൊങ്ങുന്നു. നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മസിൽ മെമ്മറി ഉള്ളത് കാരണം അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസവും ഈ ഗ്രോത്തും അങ്ങനെയാണ് വരുന്നത് മെയിൻ ആയിട്ട്. ആക്ച്വലി ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന രേഷ്മ ചെയ്യുന്ന തൈക്കോണ്ട ആണെങ്കിലും ബാക്കി പറയുകയാണെങ്കിൽ കളരി ആണെങ്കിലും ഇങ്ങനെ വരുന്ന സംഭവത്തിനൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു റീൽസ് ചെയ്യുന്ന അത്യാവശ്യം വ്യൂവേഴ്സ് ഉള്ള ആൾക്ക് കിട്ടുന്ന അത്ര ഒരു അറ്റൻഷനോ അത്ര ഒരു ഫെയിമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ മേഖലകളിലാണെങ്കിലും ഒരു ടിക്ടോക്ക് ചെയ്യുന്ന ഒരു കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആളുകളെ വരെ ഇന്ന് സെലിബ്രിറ്റി ആയിട്ട് അവരെ പ്രൊമോഷൻസിന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു 10 ദിവസം നിന്ന ആള് തിരിച്ചു വരുമ്പോൾ വൻപൻ സ്വീകരണം, അവരെ വാഴ്ത്തി പാടുന്നു, അവരാണ് ഹീറോസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഫാൻസ് അസോസിയേഷൻസ് ഉണ്ടാവുന്നു. രേഷ്മയെ പോലുള്ള ആളുകൾ കേരളത്തിന് വേണ്ടി പുറത്തു പോയി കളിക്കുന്നു, അതുപോലെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. ഇത് ഒക്കെ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ഇവർക്ക് കിട്ടുന്ന അത്രത്തോളം ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ, ആ രീതിയിൽ നോക്കി കാണുമ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ? സത്യത്തിൽ അത് പറഞ്ഞത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ എന്താ പറയുക, ഈ ബാക്കിയുള്ള ഈ ബിഗ് ബോസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിൽ കിട്ടുന്ന അറ്റൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം ഇപ്പൊ ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെപ്രസെന്റ് ചെയ്തതും ഞാൻ 3 times ഇന്റർനാഷണൽ മെഡലിസ്റ്റും കൂടിയാണ്. പക്ഷെ എനിക്ക് അവിടെയുള്ള ഡാൻസേഴ്സിനും അതല്ലാതെ ഈ സെലിബ്രിറ്റീസിനും കിട്ടുന്ന അത്രയും ഒരു എനിക്ക് റെക്കഗ്നേഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. മേ ബി എൻ്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈക്കോണ്ട് ഇതുവരെയ്ക്കും ഒളിമ്പിക്സിൽ ഞങ്ങൾക്ക് മെഡൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ആ ഒരു ജേണിയിൽ തന്നെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതും ഒരു റീസൺ ആണ്. പക്ഷെ ഇന്നത്തെ അവിടുത്തെ ഉള്ള ആളുകളുടെ തന്നെ ഇതാണ്, അവരുടെ മൈൻഡ് സെറ്റ് ആണ്. പെർട്ടിക്കുലർ കാര്യങ്ങൾ ഇത് മാത്രമാണ്. കാരണം അവർക്ക് ബാക്കിയുള്ളവർക്ക് അറിയില്ല ഇതെന്താണെന്നോ ഇതിന്റെ ബാക്കിലുള്ള ഹാർഡ് വർക്ക് എന്താണെന്നോ ഡെഡിക്കേഷൻ എന്താണെന്നോ അവർക്ക് അറിയില്ല. അതാണ് മെയിൻ കാര്യം. മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പൊ ബെറ്റർ ആവുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ ഞാനുള്ള സമയത്ത് അത്രയും സോഷ്യൽ മീഡിയ എൻ്റെ ഒരു അത്രയും ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചൊരു 4, 5, 6, 7 മേ ബി 7, 8 years ആയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ കാര്യം. എൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ സായിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പം അതുവരെ ഞങ്ങളുടെ അത്രയും സ്ട്രിക്റ്റ് ലൈഫായിരുന്നു. അതുകൊണ്ട് എനിക്ക് സോഷ്യലായിട്ടൊന്നുമില്ല. എൻ്റെ ലൈഫും എൻ്റെ ടൈമും എല്ലാം ഞാൻ ഈ ഒരു ഗെയിമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് നിന്ന ആളാണ്. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് എന്നെ പോലൊരു ഒരാളുടെ ലൈഫ് ബാക്കിയുള്ളവർ കാണണം. ഇപ്പോൾ ഒരുപാട് പേര് പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണം ലൈഫിൽ ചെറിയൊരു ഫെയിലിയർ വരുമ്പോൾ തന്നെ എനിക്ക് പറ്റില്ല, ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
എന്നെ പോലൊരു ഒരുപാട് പേര്, ഞാൻ മാത്രമല്ല, ഒരുപാട് നല്ല നല്ല ടാലന്റ് ആയിട്ടുള്ള അത്ലറ്റ്സ്, എന്താണ് തൈക്കോണ്ടോ അത്ലറ്റ്സ് കേരളത്തിലുണ്ട്. പക്ഷെ ഇന്ന് വരയ്ക്കും അവര് അത്രയും പോപ്പുലാരിറ്റി കിട്ടുന്നില്ല. കാരണം ഇത് ഞാൻ ഇന്ത്യയിൽ മാത്രം, ഇന്ത്യൻ്റെ അല്ല ഞാൻ പറയുന്നത്, കേരളത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. നോർത്തില് സ്പോർട്സിന് കിട്ടുന്നത്ര ഒരു 10% പോലും കേരളത്തിന് കിട്ടുന്നില്ല. അവർ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗെയിമുണ്ട്, അത്ലറ്റിക്, ക്രിക്കറ്റ്, പിന്നെ ചിലപ്പോൾ ബാഡ്മിന്റൺ, വോളിബോൾ, ഫുട്ബോളിന് വരെ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഗെയിമിന് കിട്ടിയിട്ടില്ല. അതും വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയിട്ടും നാഷണൽ ഗെയിംസും, ഞാൻ 7 ടൈം നാഷണൽ മെഡലിസ്റ്റ് ആണ്. എന്നിട്ട് പോലും ആ ഒരു കിട്ടുന്നത് അത്ര പോലും നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ വെയിറ്റ് എന്നൊരു തൈക്കോണ്ടോയിലും മാൻഡേറ്ററി അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണല്ലേ. അപ്പൊ ഈ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തൈക്കോണ്ട ഒരു ചാമ്പ്യൻഷിപ്പ് പോകുമ്പോൾ അത് എങ്ങനെ എഫക്ട് ചെയ്യും? അത് നമ്മൾ തന്നെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ കോച്ചസിന്റെ, ഞാൻ പറഞ്ഞില്ല, കോച്ചസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ പാർട്ട് കോച്ചസ്, അവരുടെ ഗൈഡൻസ് ആണ് മെയിൻ ആയിട്ട്. സായിൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്റ്റിൽ കോച്ചിന്റെ ഗൈഡൻസ് ഉണ്ട്. പിന്നെ വെയിറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ 57 ആണെങ്കിൽ നമ്മൾക്ക് എന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ തൈക്കോണ്ടോയിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57 ആണ് വെയിറ്റ് എങ്കിൽ, കാറ്റഗറിയിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് വെക്കുന്നത് 60 ആയിരിക്കും. എന്നിട്ട് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ദിവസം മുമ്പാണ് ഈ 2-3 kg കുറയ്ക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ആ ഒരു ഏജിലും ഞാൻ മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോയിട്ടുള്ളത്. മീൻസ് എന്ന് എൻ്റെ വെയിറ്റ് 57 ആണ് വേണമെങ്കിൽ ഞാൻ എന്നും ട്രെയിനിങ്ങിന് ടൈമിലും മെയിൻറ്റെയിൻ ചെയ്ത്, ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിച്ച്, പ്രോപ്പറായിട്ട് ഞാൻ കഴിച്ച് എന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാം. അതല്ലാതെ പെട്ടെന്ന് 2 kg ഒക്കെ കുറച്ച് കളിക്കുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കര ടയേർഡ് ആവും, നമ്മൾ വിചാരിച്ച പോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ ഒരുപാട് കണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ മാം, ഇപ്പൊ പറഞ്ഞു വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, മാമിന് കുറെ മെഡൽസ് കിട്ടി. ആ സ്റ്റോറീസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് ചാമ്പ്യൻഷിപ്പ് മാത്രം ഒരു ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു ബാക്കിയുള്ള കരിയർ അല്ലെങ്കിൽ ലൈഫ്? അതായത് ഞാൻ കൂടെ നല്ലൊരു പ്രശ്നം, അതായത് ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇത്ര നാളത്തെ കരിയറിൽ ഏറ്റവും മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ്, അതിൽ ഏറ്റവും പ്രൗഡ് തോന്നിയ മൊമെന്റ്. സോ എൻ്റെ ലൈഫിലെ ഈ സ്പോർട്സ് കരിയറിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. 14 years കരിയറാണ്. കുറേ നാഷണൽസും ഇന്റർനാഷണലും പാർട്ടിസിപ്പേഷനും മെഡലും ഒരുപാടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രീഷ്യസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മെഡലുണ്ട്. 35th നാഷണൽ ഗെയിംസിൽ മെഡൽ. കാരണം ആ ഒരു മെഡൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നോർമൽ മെഡലല്ല. അതിൻ്റെ ബിഹൈൻഡിൽ എനിക്ക് ഒരുപാട് വലിയൊരു സ്റ്റോറി ഉണ്ട്. കാരണം ഒരുപാട് ഹാർട്ട് ബ്രേക്സ്, പിന്നെ സ്ട്രഗിൾസ്, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് കിട്ടിയ മെഡലാണ് എനിക്കത്. അപ്പം അതുകൊണ്ട് ആ മെഡൽ എനിക്ക് വളരെ ഭയങ്കര പ്രീഷ്യസ് ആണ്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പോർട്സുള്ളവർക്ക് പോലെ എനിക്കും ഏറ്റവും കൂടുതൽ എനിമിയായിട്ട് വന്നിട്ടുള്ള എൻ്റെ ഇഞ്ചുറിയാണ്. അങ്ങനെ ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ACL ടീർ ആവുകയാണ്. അപ്പോൾ പെട്ടെന്ന് സഡൻ സജഷൻ നോക്കിയപ്പോൾ ഫാമിലി ഓക്കെ പറഞ്ഞു, ഞാൻ സർജറി ചെയ്ത ഉടനെ തന്നെയാണ് ലൈഫ് ഓൾറെഡി ഞാൻ പ്ലാൻഡ് ആയിരുന്നു. മീൻസ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പോവാം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ചാമ്പ്യൻഷിപ്പ്, അതിനിടയിലാണ് ബ്രേക്ക്, ഈ ഇഞ്ചുറി ആയിട്ടുള്ള എനിമി ഈ ഒരു ഇത് വരുന്നത്. അപ്പം മൊത്തത്തിൽ മാറി. ഒരുപാട് വട്ടം നല്ല വർക്കൗട്ട് ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ടി വരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാനത് റീഹാബ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു നാഷണൽ ഗെയിംസിൻ്റെ സെലക്ഷൻ ട്രയൽസ് വരുന്നത്. 4 months ആയിട്ടുള്ളായിരുന്നു സർജറി കഴിഞ്ഞിട്ട്. സാധാരണ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് 6 months കഴിയാതെ സ്പോർട്സ് ചെയ്യരുതെന്നാണ്. ഞാൻ 4 months കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് ഈ ചാമ്പ്യൻഷിപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഞാൻ ക്യാമ്പിൽ കയറിയതിന് ശേഷം ചെറിയൊരു വെയിറ്റിൻ്റെ ഇഷ്യൂ കാരണം വെയിറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സർജറി കഴിഞ്ഞ ഉടനെ എൻ്റെ വെയിറ്റ് പെട്ടെന്ന് കൂടി. അതിനുശേഷം കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും പെട്ടെന്ന് കുറഞ്ഞു. അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് സിസ്റ്റം ആയിരുന്നു എൻ്റെ. ആ സമയത്തായിരുന്നു സെലക്ഷൻ ട്രയൽസ് പ്രോപ്പറായിട്ട് വന്നത്. അപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും 3 നേരം ട്രെയിനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റിൽ ചെറിയ കൺസെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് ഞാൻ സെലക്ഷൻ ട്രയൽസ് ചെയ്തു. അന്ന് ഞാൻ ഈ അത്രയും സ്ട്രഗിളിന് ശേഷം ഞാൻ സെലക്ഷൻ ട്രയൽസ് വിൻ ചെയ്തു. ഞാൻ ക്യാമ്പിൽ കണ്ടിന്യൂ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കളിച്ച കുട്ടി കേസ് കൊടുത്തു. കാരണം റീസൺ പറഞ്ഞത് ഈ കുട്ടിയുടെ വെയിറ്റ് കറക്റ്റ് അല്ല, ഈ കുട്ടിയുടെ വെയിറ്റ് കുറവാണ്. അങ്ങനെ വീണ്ടും ഒരു റീസെലക്ഷൻ വെച്ചു. വെച്ച സമയത്ത് ഒബിയസ്ലി നമ്മൾ 3 നേരം ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് എന്തായാലും ഡൗൺ വന്നിട്ട്. പക്ഷെ കൺസിഡർ ചെയ്യുന്നു ചാമ്പ്യൻഷിപ്പിന്റെ ടൈമിൽ പൊതുവെ ഞങ്ങൾക്ക് ഹെവി വർക്കൗട്ട് ഉണ്ടാവാറില്ല. ഒരു 1 week നമുക്ക് കുറവാണ്. അപ്പം നമ്മൾ വെയിറ്റ് മാനേജ് ആവും. സോ ഈ വെയിറ്റ് കറക്റ്റ് ആവണമെന്നാണ് റൂൾസ്. അതെ,
ഞങ്ങൾക്കൊരു കാറ്റഗറിയാണ്. നമ്മൾ ഇപ്പോൾ സീനിയർ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അണ്ടർ 46, അത് കഴിഞ്ഞാൽ 4600 വരണം. അതിനകത്ത് 46.1 വന്നു കഴിഞ്ഞാൽ അത് വേറൊരു കാറ്റഗറി ആവും. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. ആ ഒരു സ്ഥിതിയിൽ ആ ഒരു എൻ്റെ ഒപ്പോണന്റ് ആയിട്ടുള്ള കുട്ടി ആ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് റൂൾസ്, WT റൂൾസ് ഉണ്ട് ഞങ്ങൾക്ക്. ആ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഈവൻ മാച്ചിനാണെങ്കിലും വെയിറ്റിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഫോളോ ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ആള് കേസ് ജയിച്ച് അത് വെയിറ്റിൽ പ്രശ്നമായിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും റീചെക്ക് ചെയ്ത സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി അന്ന് എൻ്റെ 500 ഗ്രാം കുറവായിരുന്നു. അങ്ങനെ അപ്പം തന്നെ ഇത് വന്നു, ഈ കുട്ടി രേഷ്മ ടീമിൽ നിന്ന് പുറത്തായിട്ട് കൗൺസിലിൽ നിന്ന് എനിക്ക് ലെറ്റർ വന്നു. ഉടനെ സാധാരണ ഗവൺമെന്റ് പ്രോസസ്സൊക്കെ ടൈം എടുക്കുമായിരുന്നു. ബട്ട് എൻ്റെ കേസിൽ അത് ഒരു ഹാഫ് ആൻ അവറിനകത്ത് ഒരു ലെറ്റർ വന്നു, രേഷ്മയുടെ ടീമിനെ പുറത്താക്കുന്നു. ആ കുട്ടി മലയാളിയാണോ? അതെ, മലയാളിയാണ്. അപ്പോൾ അങ്ങനെ ലെറ്റർ വന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹെൽപ്ലെസ് ആയി. എനിക്ക് എന്ത് ചെയ്യണം എന്നല്ല. ഇത്രയും വർഷത്തെ കരിയർ, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കുറേ തോട്ട്സ് മൈൻഡിലോട്ട് പോകുന്നു. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു, ഒരുപാട് കരഞ്ഞു. അന്ന് എൻ്റെ കോച്ചസാണ് ഗൈഡ് ചെയ്ത്. കോച്ച് കനോൺ ബാലാദേവി മാമും ബാലു സാറാണ് എന്നെ ഗൈഡ് ചെയ്ത് വീട്ടിലോട്ട് വിളിച്ചു. എൻ്റെ ബ്രദറിൻ ലോ വന്ന് നാട്ടിൽ നിന്ന് പാലക്കാട് നിന്ന് വന്നു. ഞാൻ വീണ്ടും കേസ് അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ കുറച്ചൊരു ഹിയറിങ്ങും കാര്യങ്ങളായി. അറ്റ് ദ എൻഡ് ഞാൻ ആ കേസ് ജയിച്ചു. അപ്പോൾ വീണ്ടും വന്നു, ഒന്നും കൂടെ വെയിറ്റ് ചെക്ക് ചെയ്യാം. അങ്ങനെ വീണ്ടും വെയിറ്റ് ചെക്ക് ചെയ്തു. അന്ന് പ്രഷർ ഒരുപാടായിരുന്നു. 1 ഗെയിം പെർഫോമൻസിന്റെ പ്രഷർ, 2 എൻ്റെ ഇഞ്ചുറി, 3 എനിക്ക് വെയിറ്റ് കറക്റ്റ് ആക്കണം, 4 ഇതെല്ലാം പ്രശ്നമുണ്ട്. ഞാൻ മെഡൽ വന്നില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം. ഈ പ്രശ്നത്തിൽ വീണ്ടും ഒരു സെലക്ഷൻ ട്രയൽസ്, എനിക്ക് മാത്രമല്ല ഫുൾ ടീമിൽ. എനിക്ക് അതിൻ്റെ ഒരു വിഷമം. ഞാൻ കാരണം എൻ്റെ ഫുൾ ടീമിൽ സെലക്ഷൻ ട്രയൽസ്. കാരണം തായ്ക്വോണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോമ്പാക്ട് ഗെയിമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അതിനുശേഷം എന്തായാലും ഒരു ഫുൾ മാച്ച് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇഞ്ചുറി ഉണ്ടാവും, ചെറിയ ഇഞ്ചുറീസ് എന്തായാലും ഉണ്ടാവും. അതിന് റിക്കവർ ചെയ്ത് അടുത്ത 4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മാച്ചാണ്. അതിൻ്റെ സമയത്താണ് ഞാൻ കേസ് ജയിക്കുന്നത്. അപ്പോൾ 4-5 ഡേയ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ ചാമ്പ്യൻഷിപ്പിന്. ആ ഒരു ടൈമിൽ സെലക്ഷൻ ട്രയൽസ് വെച്ച സമയത്ത് കോഴ്സ് അവരുടെ പെർഫോമൻസിന് ഞാൻ കാരണം പ്രശ്നം വരുള്ളൂ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അന്ന്. അത് കഴിഞ്ഞു എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. ഒന്ന് വെയിറ്റ് പ്രോപ്പർ കറക്റ്റ് ആയിരുന്നു. സെലക്ഷൻ ട്രയൽസ് നടത്തി. സെലക്ഷൻ ട്രയൽസ് ഞാൻ വിൻ ചെയ്തു. അതിനുശേഷമാണ് ആ ടീമിലോട്ട് ഞാൻ വരുന്നത്. മീൻസ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പറ്റുന്നത് വെച്ചാൽ ഭയങ്കര ടഫായിരുന്നു. കാരണം ഞാൻ കളിച്ചുകൊണ്ടിരുന്ന കാറ്റഗറി അല്ലായിരുന്നു അത് ഹെവി വെയിറ്റ് കാറ്റഗറി ആയിരുന്നു. ഒബ്വിയസ്ലി ഞാൻ വെയിറ്റ് കൂടിയപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാറ്റഗറിയിൽ. അറ്റ് ദ സെയിം ടൈം എനിക്കിതിൽ മെഡൽ വരണം എന്നുള്ളൊരു, വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന രീതിയിൽ തീർന്നപ്പോഴാണ് പിന്നെയാണ് മീഡിയ ഒരുപാട് ഫോക്കസ്ഡ് ആയത്. കാരണം ഇതിപ്പോൾ ഞാൻ കളി തോറ്റു കഴിഞ്ഞാൽ ചർച്ചയായി. ഞാൻ ഈ മാച്ചിൽ ഞാൻ വിൻ ചെയ്തില്ലെങ്കിൽ അവർ അടുത്ത ന്യൂസ് വരാൻ പോകുന്നത് എലിജിബിൾ അല്ലാത്ത കുട്ടീനെ എടുത്ത് ഈ മാച്ചിലോട്ടിട്ട് ഇത്രയും കാലം ആ വെയിറ്റിൽ വേറൊരു കുട്ടിക്ക് ഓൾറെഡി മെഡൽ ഉണ്ടായത്, എന്തുകൊണ്ട് ഈ കുട്ടീനെ മാറ്റിയിട്ട്, അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു സ്ട്രെസ് അടുത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല. അന്നത്തെ ദിവസം എൻ്റെ ഒരു മൈൻഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയാണെങ്കിലും എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്തു, ഇത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, യു ഷുഡ് പ്രൂവ് എന്നൊരു മൈൻഡായി. അന്ന് പ്രഷറും അതാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ, ഇതുപോലുള്ള അവസ്ഥയിലൂടെ വരുമ്പോ അത് മാച്ചസിനെ ഒന്നും കൂടെ നമുക്കൊരു ഫയർ കൂടുകയാണോ ചെയ്യുക, അല്ല നമ്മൾ ഡൗൺ ആവുക ചെയ്യുക മാനസികമായിട്ട്? അത് ഡിപ്പെൻസ്. ഇപ്പൊ ചിലരെന്ന് പറഞ്ഞാൽ മോറലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അവര് ചെയ്യുന്നത് പോലും അവർക്ക് ചെയ്യാൻ പറ്റാതെയാവും. ചിലർക്ക് അതൊരു ബൂസ്റ്റിംഗ് ആയിരിക്കും. അത് ഒരിക്കലും വാശിയായിരിക്കും. അത് വാശിയ രീതിയിൽ എടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ നല്ല ഇമ്പാക്ട് ചെയ്യും. പക്ഷെ അറ്റ് ദ എൻഡ് അവർ മനസ്സിലാക്കണം, ഈ വാശിയാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും ഒരു ലെവൽ വരെ സ്ട്രെസ്സും വാശിയും വേണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഞാനവിടെ ഹാൻഡിൽ ചെയ്തു എല്ലാം. കാരണം എനിക്ക് കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും കുഴപ്പമില്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, വാട്ട് എവർ ദ റിസൾട്ട് ഡോണ്ട് വറി എന്നൊരു മൈൻഡായിരുന്നു ഫാമിലിൻ്റെ. അപ്പം ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു ഒരു സൈഡിൽ. ബട്ട് അറ്റ് ദ എൻഡ് എനിക്കിത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു എനിക്ക് എന്നോട് തന്നെ പറഞ്ഞത് എനിക്ക് ഇനി ഒരു റീസണും വേണ്ട. ഒരുപാട് റീസൺസ് തന്നു, പലതും. ഒരു വട്ടം എനിക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ള ചാൻസ് വന്നു, ആ ഒരു വട്ടം പോയി. വീണ്ടും എനിക്ക് കേസ് കൊടുത്തു, കേസ് തോറ്റു. അത് കഴിഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അവർ വീണ്ടും ചെക്ക് ചെയ്തു, അപ്പോഴും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത് ഞാൻ വീണ്ടും കേസ് കൊടുത്ത് അതിനുശേഷമാണ് ഞാൻ വെയിറ്റ് കറക്റ്റായി, അതിനുശേഷമാണ് ഞാൻ ചാമ്പ്യൻഷിപ്പ് വരെ എത്തിയിരിക്കുന്നത്. ഇത്രയും സ്ട്രഗിൾ ആയിട്ട് ഇനി നീ തോൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കരിയർ ഇതോടെ എൻഡാണ്. അപ്പോൾ ആ ഒരു മൈൻഡിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ 1001% ഞാൻ എൻ്റെ മാച്ചിന് കൊടുത്തു. ഇത്രയും കാലം കൊടുക്കാത്തൊരു എഫേർട്ടും സിൻസിയറിറ്റി ഞാൻ അതിൽ കൊടുത്തു. അതിനുശേഷം എനിക്ക് ഗോൾഡും വന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള. ഗോൾഡ് വന്നു.
അപ്പൊ ആ ഒരു മൊമെന്റിൽ മെഡലിൽ കൂടുതൽ അതെന്റെ ഒരു ഹാർഡ് വർക്ക് ആയിട്ടാണ് ഞാൻ ഇന്നും കാണുന്നത്. എന്റെ മാത്രമല്ല, എന്റെ കോച്ചസിന്റെ ആണെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ ആണെങ്കിലും പാരന്റ്സിന്റെ ആണെങ്കിലും എല്ലാവരെയും ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ് എന്റെ ഒരു മെഡൽ എന്ന് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ആ മെഡൽ എത്രയും പ്രീഷ്യസ് ആയത്. ഇതിനു മുമ്പ് ഇന്റർനാഷണൽ മെഡൽ വന്നിട്ടുണ്ട്, ബട്ട് എനിക്കൊന്ന് ആ മെഡല് അതിൽ എന്റെ സ്വെറ്റ് എന്റെ ഹാർഡ് വർക്ക് അതെല്ലാം ഏറ്റവും കൂടുതൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ആ ഒരു മെഡലുമാണ്. അതായത് ഒരു മാച്ചസിന്റെ മുന്നേ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ പോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പോ ഇതുപോലുള്ള മാച്ചസിന് ഇറങ്ങുമ്പോൾ മാനസികാരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസ് അത് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു വേറെ പ്രൊഫഷൻ വെച്ച് പറയാം. അത് മുന്നേ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്ത ഒരു ആർജയും കൂടെ ആയ ആള് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്. അതായത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഏറ്റവും നമ്മുടെ മോശപ്പെട്ട ഒരു ഡേയിലേ ആവും, പക്ഷെ നമ്മൾ വന്നിരുന്ന് മൈക്കിന്റെ മുമ്പിൽ ഹായ് അല്ലെങ്കിൽ ഹലോ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്യണം. ഓഡിയൻസിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളൊരു ബാഡ് ഡേ, മാനസികമായി പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ മാനസിക ആരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സിൽ എത്ര ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണോ അത്രയും അതിലെ സെയിം ലെവലിൽ മെന്റൽ ഹെൽത്തും കൂടെ അത്യാവശ്യമാണ്. അന്ന് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ മോശം പിടിച്ചൊരു കാര്യമായിട്ടാണ് അന്ന് ഞാൻ തിങ്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എനിക്കത് മാറി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിനെപ്പറ്റി കാര്യങ്ങൾ ഒരുപാട് അറിയാൻ പറ്റിയതുകൊണ്ട് ഇതൊക്കെ നോർമലാണെന്നുള്ള ഒരു കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി. ബട്ട് ആ ഒരു ടൈമിൽ അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് വളരെയധികം ഇപ്പൊ നമ്മൾ എത്ര വർക്കും ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും ഒരു വർഷം ഇത്രയും വിത്തൗട്ട് റെസ്റ്റിൽ നമ്മൾ ഇത്രയും വർക്ക്ഔട്ട് ചെയ്ത് ചെറിയൊരു കാര്യം മതി. അത് കാരണം സ്റ്റുഡൻസിന് കുട്ടികൾ ഈ പൊതുവേ ഇത് ചെയ്യുന്ന കുട്ടികളാണല്ലോ, അവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. ചെറിയ കാര്യങ്ങൾ നമ്മൾ മാച്ചിന് തൊട്ടു മുമ്പ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്ത് കോച്ചസ് എന്തെങ്കിലും ചെറിയ രീതിയിൽ പറയേ അതെന്തെങ്കിലും രീതിയിൽ ചെയ്യുന്ന സമയത്ത് അവർ പെർഫോമൻസ് 100 നേരെ 50 വരിക. അത് വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില കുട്ടികളുണ്ട്, മീൻസ് ചില കുട്ടികൾ ഇതെല്ലാം നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കുന്ന കുട്ടികളും ഉണ്ട്. മീൻസ് അത് ഒരു സൈക്കോളജിസ്റ്റ് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുത്തതുകൊണ്ടല്ല, അവർക്ക് അവരുടെ അകത്തുള്ളൊരു ഫയർ, മീൻസ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് റിസൾട്ട് വേണം. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അവർ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് സൈക്കോളജിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതല്ലാണ്ട് സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാ സായി സെന്ററിലും ഓരോ സൈക്കോളജിസ്റ്റ് കമ്പൽസറി ആയിട്ട് വേണമെന്നുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പൊ സായി സെന്ററിലെല്ലാം നോർമൽ ആയിട്ടുണ്ട്. അതല്ലാണ്ട് ഇപ്പൊ പുറത്ത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നവർക്കും ഇത് അവെയർ ആണ് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അവര് മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് സ്പോർട്സ് അത്ലറ്റ്സ് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ടോക്ക് വരുന്നുള്ളതുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം അവർ പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് മുൻപ് കുറച്ചുകൂടി ടഫായിരുന്നു ഈ ഒരു കാര്യത്തില്. ഓക്കെ, ഇവിടെ എത്തി നിൽക്കുമ്പോ നമ്മൾ നമ്മുടെ വന്ന പിന്നിട്ട വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മെന്ററായിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരാളുണ്ടോ, അതാരാണ്? അല്ലെങ്കിൽ ഈ തൈക്കോണ്ട എന്ന നിങ്ങളിപ്പോ നിങ്ങളുടെ പ്രൊഫഷനായി യൂസ് ചെയ്ത ഈ ഒരു കരിയർ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിന് എത്രത്തോളം എന്താ പറയാ നിങ്ങൾക്ക് നല്ല രീതിയിലാവാൻ അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുണ്ട്? എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മെന്റർ ഞാൻ തന്നെയാണ്. എനിക്ക് ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്റെ യങ് ഏജിൽ ഞാൻ അന്ന് എന്റെ ആ ഒരു മൈൻഡ് സെറ്റും എന്റെ ഒരു ഹാർഡ് വർക്കുമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്കൊരു മെന്റർ ഒരു എന്താ പറയാ മോട്ടിവേഷൻ, എന്റെ ലൈഫിൽ എന്റെ മോട്ടിവേഷൻ ഞാൻ തന്നെയാണ്. മെന്റേഴ്സ് ആയിട്ട് ഓഫ് കോഴ്സ് എന്റെ കോച്ചസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ എന്റെ കോച്ചസ് ഉണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് എനിക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഒരു യങ് ഏജിലുള്ള രേഷ്മനെ തന്നെയാണ് എനിക്ക് പ്രൗഡായിട്ട്. കാരണം ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ നിന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വേറൊരാളാണ് ആ ഒരു പ്ലേസിലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇത്രയും ഒരു സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ വന്ന് ഗിവ് അപ്പ് ചെയ്ത് ലൈഫിൽ ഇപ്പോഴും ഒരു നോർമൽ ഒരു കിച്ചണിനകത്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രൗഡായിട്ട് എന്നെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ഓക്കെ, കൊള്ളാം എന്ന് തോന്നുന്നത്. അതെ, ഒരുപാട് ഓക്കെ നീ എന്തൊക്കെയോ ചെയ്തു, നിന്നെ മീൻസ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നീ ഒരുപാട് ലൈഫില്. കാരണം നിന്റെ അന്ന് പേടിയില്ലായിരുന്നു, ഒന്നുമില്ല,
ചെയ്യണം, എന്തൊക്കെ പെയിൻ വന്നാലും എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് കാരണമാണ് ഇവിടെ വരെ എത്തിയത്. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര്, ഈവൻ എൻ്റെ മെയിനായിട്ട് ഇത്രയും എനിക്കിവിടെ എത്താൻ പറ്റുന്ന മെയിൻ പാരൻസ് തന്നെയാണ്. കാരണം അവരുടെ ബേസിക് സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാരൻസ് പറയുന്ന സമയത്ത് ഈവൻ സിസ്റ്റർ ആണെങ്കിലും ബ്രദർ ആണെങ്കിലും, ബ്രദർ ഇൻ ലോ അനന്തകൃഷ്ണൻ എന്നാണ് പേര്. മീൻസ് എൻ്റെ അന്ന് കേസിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും ആള് നേവി കഴിഞ്ഞിട്ട്, നേവിയിൽ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തിട്ട് ആള് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും എനിക്ക് ഈ പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് എല്ലാം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി വന്ന് ഈ കേസിന് വേണ്ടി പോകാനാണ്. അതുപോലെ തന്നെ ആളും ഈ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാണ്ട്, അത് എത്ര പ്രശ്നമാണെങ്കിൽ അത് ചെയ്യാണ്ട് ആൾ അറിഞ്ഞില്ല, അത് നേടിയെടുക്കണം. ആ ഒരു 1%, 0.5% ഹോപ്പ് ഉണ്ടെങ്കിൽ ആള് അത് ആ ഹാഫിന് 100 ആക്കും. അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒരാളാണ് ആള്. അപ്പൊ ആ ഒരാളും എൻ്റെ ഇങ്ങനെയുള്ള പോസിറ്റീവ് സർക്കിളിൽ നിന്നത് കൊണ്ടാണ് എനിക്കും എൻ്റെ ലൈഫിൽ എവിടേക്കും ഇത്രയും നല്ല രീതിയിൽ എത്താൻ പറ്റിയിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കോച്ചസ്, മീൻസ് എൻ്റെ പാരൻസ് കഴിഞ്ഞാൽ ഇത്രയും എന്തൊക്കെ പ്രശ്നം വന്നിട്ടും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് എൻ്റെ കോച്ചസ്, ഈ ബാലസാർ ബാലനം. അതല്ലാണ്ടും ഇപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ കരിയറിൽ എൻ്റെ ലൈഫിൽ മീൻസ് ഓൾമോസ്റ്റ് ഞാൻ ഒന്നും ഇല്ലാത്ത ഒരു സമയത്തിൽ എനിക്കൊരു പെട്ടെന്നൊരു സപ്പോർട്ടീവായി തന്നാണ് സന്ദീപ് ചൗഹാൻ എന്ന് പറഞ്ഞ നോർത്തിലെ ഒരു കോച്ച്. ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഇന്ന് ഇവിടെ ഇരിക്കാൻ ഒരു കാരണക്കാരൻ ആളും കൂടെ തന്നെയാണ്. അപ്പൊ അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇവൻ ഒരുപാട് പ്രൗഡ്, മേ ബി അവരും പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ടാവും ഞാൻ ഇന്നിവിടെ ഇത്രയും ഇതായിട്ട് ഇരിക്കുന്നതിൽ അവരും പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. മാം പറഞ്ഞു, മാമിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇഞ്ചുറീസ് ആണ്. ആ ഇഞ്ചുറി കാരണമാണ് കുറെ മാച്ചസിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. ആ സ്റ്റോറി എങ്ങനെയാണ്? അറ്റ് ദ എൻഡ് ഇപ്പോ എൻ്റെ ലൈഫ്, ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ എൻ്റെ ഇഞ്ചുറി തന്നെയാണ് എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ഈവൻ അവസാനം ആയപ്പോഴും ഇത് തന്നെയാണ്. കാരണം ഒരു ഇഞ്ചുറി എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ സർജറിയും കഴിഞ്ഞു. എനിക്ക് റൈറ്റ് ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് ലെഫ്റ്റും കഴിഞ്ഞു. ഇഞ്ചുറി കഴിഞ്ഞ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കും അറിയാം കരിയർ അവസാനിക്കുകയാണ്. അപ്പൊ നല്ലൊരു റിസൾട്ടോടെ കരിയർ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ അതിനുശേഷം ഞാൻ വീണ്ടും വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും സർക്കംസ്റ്റൻസ് കാരണം എനിക്ക് അധികം പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ കണ്ടിന്യൂസ് 3-4 മാച്ചസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തോറ്റുകൊണ്ടിരുന്നു, ലൂസ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അറ്റ് ദ ടൈം ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങളുടെ സായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഏജ് വരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറയുന്നത്, ഇതുപോലെ ഡൽഹിയിൽ ഒരു അക്കാഡമി ഉണ്ട്, അക്കാഡമിൻ്റെ പേര് MWS തായ്ക്കൊണ്ടോ അക്കാഡമി എന്നാണ്. അപ്പോൾ വന്ന് നോക്ക്, അവിടുത്തെ കോച്ച് നല്ലൊരു കോച്ചാണ്, വാന്ന്. അന്ന് ഇതുപോലെ ഒരു കംഫർട്ടബിൾ, എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കംഫർട്ടബിൾ സോണിൽ എപ്പോഴും ഇരിക്കണം എന്നൊരു ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് അന്ന് മനസ്സിലായി, നമ്മളെ എന്നാണ് കംഫർട്ടബിൾ സോണിലുള്ളത് അവിടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾക്ക് ഗ്രോത്ത് വേണമെങ്കിൽ യു ഷുഡ് കം ഔട്ട് ഓഫ് ദാറ്റ് സോൺ. അങ്ങനെ അന്ന് പേടിയോടെ തന്നെ എടുത്ത ഡിസിഷനാണ് ഡൽഹിയിലോട്ട് പോകണം. അങ്ങനെ ഡൽഹിയിൽ വന്നു, ഞാൻ വർക്കൗട്ട് ചെയ്തു. ഈവൻ എന്നെ ആ ഒരു ഏജിലും, സാധാരണ പ്രൈവറ്റ് അക്കാഡമീസ് എല്ലാവർക്കും വേണ്ടത് റിസൾട്ടും അറ്റ് ദ സെയിം ടൈം മണി. അപ്പോൾ ആ ഒരു ടൈമിലും സാർ എന്നെ ബിലീവ് ചെയ്ത് ഈ ഒരു ഏജിലും ഓക്കെ യു ക്യാൻ ഡു ഇറ്റ്, ഡോണ്ട് വറി എന്നുള്ള രീതിയിൽ ബിലീവ് ചെയ്ത് എന്നാണ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഞാനും എനിക്ക് എന്നിൽ വെച്ച ബിലീവ് എനിക്ക് തിരിച്ചും കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനും എൻ്റെ സൈഡിൽ നിന്ന് 101 അല്ല 1001% ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് തിരിച്ച് കാരണം എനിക്ക് കംബാക്ക് ചെയ്യണമെന്ന് എൻ്റെ അത്രയും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിനുശേഷം മാച്ചസ് കളിച്ചു. പിന്നെ ഞാൻ മാച്ചസ് വിൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇന്ത്യ റാങ്ക് 1 ഒരാളെ ഞാൻ ആ മാച്ചിൽ ഫൈറ്റ് ചെയ്ത് ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ഒരു മേജറായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ഞാൻ കളിക്കുന്നത്. നല്ല അടിപൊളി പെർഫോം ചെയ്തു. ലാസ്റ്റ് ഫൈനൽ മാച്ചായി. ഫൈനൽ മാച്ചിൽ മാച്ച് തുടങ്ങി കുറച്ചൊരു 10-20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ റിബിലോട്ടൊരു കിക്ക് കിട്ടി, എൻ്റെ മുട്ട് ട്വിസ്റ്റായി. അപ്പം ഞാൻ വിചാരിച്ചത് ചെറിയ തിരിഞ്ഞു വന്നു. ബട്ട് അറ്റ് ദ എൻഡ് എനിക്ക് മനസ്സിലായി ഓൾറെഡി എനിക്കിത് ഇഞ്ചുറി ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഓൾറെഡി പ്രീവിയസ് 2 വട്ടത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കോച്ചിനോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ കണ്ണുകൊണ്ട് ഞാൻ കാണിച്ചു, ഇറ്റ്സ് കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ കോച്ച് പറഞ്ഞു ഡോണ്ട് വറി, ഞാൻ കളിക്ക് നിന്നെ കൊണ്ട് പറ്റുന്നത്. ഞാനത് പക്ഷേ മാച്ച് വിട്ടില്ല, ഞാൻ കളിച്ചു. അതിൽ സിൽവറേ വന്നുള്ളൂ, എനിക്ക് ഗോൾഡ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു സിൽവർ കാരണം ഞാൻ വീണ്ടും നാഷണൽ ഗെയിംസ് എനിക്ക് നാഷണൽ ഗെയിംസ് ആയിരുന്നു ഗോൾഡ്. അടുത്ത നാഷണൽ ഗെയിംസ് വന്നു, അതിന്റെ സെലക്ട് ആയി ഞാൻ. അതിനുശേഷമാണ് ഞാൻ ഡൽഹിയിലോട്ട് വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് പറയുന്നത് എൻ്റെ ACL കംപ്ലീറ്റ് ടിയർ ആയി. ദർ ഈസ് നോ അനദർ ഓപ്ഷൻ.
സർജറി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കോച്ചിനെ അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ കരിയർ ദിസ് ഇസ് ഗോണ എൻഡ്. അപ്പോൾ എന്നോട് കോച്ചും പറഞ്ഞു, രേഷ്മ നീ ഗിവ് അപ്പ് ചെയ്യരുത്, ഇത്രയും ലൈഫിൽ ഇത്രയും കരിയറിൽ നീ വന്നതാണ്, എന്തുകൊണ്ട് നീ ടീയറായ കാല് വെച്ച് കളിച്ചുകൂടാ, ഒന്ന് ബിലീവ് ചെയ്ത് നോക്ക്. എനിക്ക് എന്നെ ഹി ആസ്ക് മീ ലൈക്ക് ഡു യു ബിലീവ് മീ? ഐ സെഡ് യെസ്. അപ്പോൾ കോച്ചും തിരിച്ചു പറഞ്ഞു, ഞാനും നിന്നെ ബിലീവ് ചെയ്യുന്നുണ്ട്, സോ നീ വർക്ക് ചെയ്യ്. ഞാൻ അങ്ങനെ അന്ന് ഞാൻ റോബോട്ട് പോലെയാണ് ഞാൻ വർക്ക് ചെയ്തത്. രാവിലെ 2 മണിക്കൂർ വർക്കൗട്ട്, അതിനുശേഷം ഫിസിയോതെറാപ്പി, തിരിച്ചു വരും, കുക്ക് ചെയ്യും, ഫുഡ് കഴിക്കും, വീണ്ടും പ്രാക്ടീസ്. അങ്ങനെ ഒരു 1 മന്ത് ഫുള്ളായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ കളിച്ചു. ബട്ട് എന്നെ കൊണ്ട് ആ മാച്ച് വിൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് മെഡലും ഇല്ല. ബട്ട് അന്ന് എനിക്ക് എത്രമാത്രം വിൽ പവർ ഉണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി. കാരണം എനിക്കറിയാം എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ലിഗമെന്റ് ഇല്ലെങ്കിൽ പൊതുവേ ഉള്ള ആൾക്കാർക്ക് നമുക്ക് നോർമലി നിൽക്കാൻ പറ്റത്തില്ല. തൈക്കോണ്ടോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഫുൾ 1 leg ഗെയിമാണ്. ഒരു കാലം എപ്പോഴും എയറിലാണ്. അത് ടീയർ ആയിക്കഴിഞ്ഞാൽ ACL മാറിക്കഴിഞ്ഞാൽ MCL ഒരു ലിഗമെന്റ് ഇല്ലാണ്ട് റിസ്ക് എടുത്ത് കളിക്കുകയാണെങ്കിൽ അടുത്ത ലിഗമെന്റ് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ വലിയൊരു മേജർ സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അത്രയും റിസ്ക് എടുത്തിട്ടും ഞാൻ അന്ന് അവിടെ അന്ന് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായി, ഞാൻ അവിടെ പോയി കളിച്ചു. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. അതിനുശേഷമാണ് ഞാൻ മാറി തിങ്ക് ചെയ്തത്. ഗിവ് അപ്പ് ചെയ്ത് നിന്ന സമയത്ത് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് എൻ്റെ കരിയർ കഴിഞ്ഞു, എൻ്റെ ലൈഫ് മീൻസ് അറ്റ് ദ എൻഡ് ഞാൻ സിൽവർ മെഡലോടെ തന്നെയാണ് ഇറങ്ങിയതെങ്കിലും ഞാൻ അപ്പോൾ ഇത്രയും വിഷമിച്ചു. കാരണം എൻ്റെ ഡ്രീംസ് കുറച്ചുകൂടെ ബിഗ് ആയിരുന്നുകൊണ്ട് അയ്യോ എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നു. അപ്പോഴാണ് എൻ്റെ കോച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത്, രേഷ്മ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക്, എന്തുകൊണ്ട് നിനക്ക് കോച്ചിങ് കരിയർ കൂടെ ചൂസ് ചെയ്തുകൂടാ? നിനക്ക് സർജറി ചെയ്യാം, നിനക്ക് കം ബാക്ക് ചെയ്യാം, ബട്ട് വൈ ഡോണ്ട് യു ട്രൈ? അപ്പം ഞാനും പറഞ്ഞു ഓക്കെ സർ ഐ വിൽ. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഫുജിറ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഞാൻ UAE വരുന്നതും പിന്നെ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളും ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം ആ ഒരു ഡിസിഷൻ്റെ ഒരു ഇതാണ്. പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എനിമി തന്നെയാണ് എൻ്റെ ഇഞ്ചുറി, ബട്ട് സംഹൗ അതെനിക്കൊരു ബ്ലെസ്സിങ്ങും കൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ. കാരണം ആ ഒരു ഇഞ്ചുറി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനവിടെ ചിലപ്പോൾ മാച്ച് കഴിഞ്ഞ് ചിലപ്പോൾ എല്ലാവരെയും പോലെ റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്ന ഇരിക്കേണ്ടായിരുന്നു. കരിയർ കംപ്ലീറ്റ്ലി ഒരു അത്ലറ്റിൽ നിന്ന്, ഒരു എക്സ്പീരിയൻസ് അത്ലറ്റിൽ നിന്ന് എല്ലാ രീതിയിലും ഇപ്പൊ എന്നോട് ഇഞ്ചുറി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫുൾ എക്സ്പേർട്ടാണ്, അത്രയും എക്സ്പേർട്ടാണ്. എങ്ങനെയാണ് സൈക്കോളജി ആണെങ്കിലും മാച്ച് ആണെങ്കിലും ടെക്നിക്കലി ഇത്രയും എക്സ്പീരിയൻസ് അത്ലറ്റിൽ നിന്ന് സെയിം എൻ്റെ കരിയർ ഒരു കോച്ചിങ്ങിലോട്ട് മാറും. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞു ഇഞ്ചുറി പറ്റിയിട്ട് ഇതുപോലുള്ള മാച്ചസിൽ പങ്കെടുത്ത് അവിടുന്ന് ആർജിച്ചെടുത്ത കുറച്ച് എക്സ്പീരിയൻസും അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന കേസ് കൊടുത്ത പോലുള്ള ഇഷ്യൂസും ഫേസ് ചെയ്ത് വന്നുകൊണ്ട് ഇപ്പൊ ആസ് എ കോച്ചായപ്പോൾ അത് എത്രത്തോളം കുട്ടികൾക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി വരുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ എത്രത്തോളം അത് എന്താ പറയാ ആസ് എ കോച്ച് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും? മെയിനായിട്ട് എനിക്ക് ഇനി ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് എങ്ങനെ ഒരു കോച്ച് ഒരു സ്റ്റുഡൻറ്റിനും മോൾഡ് ചെയ്തെടുക്കാം. കാരണം എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. ഈവൺ ഇഞ്ചുറി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഈ വർക്ക് വിത്ത് പ്രഷർ എന്ന രീതിയിൽ എത്ര സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ട്രെസ് എങ്ങനെയാണ് വരുന്നത് തിരിച്ച്, അതല്ലാണ്ട് എങ്ങനെയാണ് ഒരു ചാമ്പ്യൻ ആവുന്നത്. ഞാൻ ആസ് എ അത്ലറ്റ് ഞാൻ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. അത് സ്പോർട്സ് മാത്രമല്ല, ഒരു ഈ സ്പോർട്സ് ലൈഫും അല്ലാണ്ട് എഡ്യൂക്കേഷൻ ലൈഫ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഫാമിലിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഫിനാൻഷ്യലി എങ്ങനെ മാനേജ് ചെയ്യണം, അതെല്ലാം പഠിച്ചു. അപ്പോൾ പുതിയൊരു കുട്ടി വരുന്ന സമയത്ത് എനിക്ക് അവരുടെ ഫീലിങ്സും അവരുടെ ഇമോഷൻസ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ ഓൾറെഡി ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റും. മേ ബി എക്സ്പീരിയൻസ് ഇല്ലാത്തവരെക്കാളും ഒരു എക്സ്പീരിയൻസ് കോച്ചിന് പെട്ടെന്ന് കണക്ട് ആവും കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഓൾറെഡി സർജറി കഴിഞ്ഞതാണ്. ഇപ്പോൾ വേറൊരാൾക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ചെറിയൊരു ഇഞ്ചുറി വരുന്ന സമയത്ത് ഇവർ പറയണം, മാം എനിക്ക് ഇതുപോലൊരു പെയിൻ വരുന്നുണ്ട്, എനിക്കൊരു ചെറിയ ട്വിസ്റ്റിംഗ് ടെൻഡൻസി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്കറിയാം, എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത് എത്രമാത്രം തിരിഞ്ഞ് എന്തൊക്കെ സിംറ്റംസ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇതിന് ശേഷം വരുന്നത് എനിക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവരോട് ചെറിയൊരു ഇഞ്ചുറി വലിയൊരു രീതിയിൽ ആവാത്ത രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത് അവരെനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. സോ ആ ഒരു ഗൈഡൻസ് കാരണം തന്നെ റിസൾട്ടും ഭയങ്കര എളുപ്പത്തിൽ കിട്ടാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് അവര് ആസ് എ കോച്ച് എനിക്ക് കംപ്ലീറ്റ്ലി അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം കംപ്ലീറ്റ്ലി കണക്ട് ആകാൻ പറ്റും. അത് കാരണം എൻ്റെ ഒരു വൈബ് അവരായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കുള്ള ഗ്രോത്തും വളരെ ഫാസ്റ്റ് ആയിരിക്കും ഞാൻ ബിലീവ് ചെയ്യുന്നു. 3 years കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണ്? അല്ലെങ്കിൽ ഒരു ഡ്രീം, ഒരു ഫ്യൂച്ചറിൽ എന്താവണം, അല്ലെങ്കിൽ കോച്ചിങ്
എന്ന് പറയുന്ന ഈ പ്രൊഫഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ, അല്ല ഈ തൈക്കൊണ്ടൊക്കെ വിട്ട് ഇപ്പൊ പല പല ഇതുണ്ടല്ലോ, മീൻസ് ആക്ട് ചെയ്യാം, അത്യാവശ്യം സൗന്ദര്യം ഉണ്ടാവുകൊണ്ട് ആക്ട് ചെയ്യാം, ആക്ട്രസ് ആവാം, അങ്ങനെ പല പല മേഖലകളുണ്ട്. അപ്പോ എന്താണ് ഫ്യൂച്ചറിലെ പ്ലാൻ? എനിക്ക് മോഡലിംഗ് ഇഷ്ടമാണ്, മീൻസ് ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഇപ്പോ ഇത്രയും വർഷത്തെ ഇപ്പൊ എഡ്യൂക്കേഷനും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു ടാലന്റ്, ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസും ടാലന്റ് ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കിപ്പോ എന്റെ ഡ്രീംസ് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വലിയൊരു ഡ്രീം ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി മെഡൽ എടുക്കുക, അത് ഒരു ഇന്ത്യയിൽ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ എനിക്കത് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്നിലൂടെ ഒരു പുതിയ തലമുറ വാർത്തെടുക്കുക നല്ല രീതിയിൽ. അതും ഞാൻ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സ് എല്ലാം കണ്ടിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ റിസൾട്ട് വരും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല എന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഹാർഡ് വർക്കും ഒരു സ്റ്റുഡൻസിലോട്ട് പുട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ബിലീവ് ഉണ്ട്. ഓഫ്കോഴ്സ് എൻ്റെ ഡ്രീംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പുതിയൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാം. തായ്ക്കൊണ്ടോ എന്ന ഒരു സ്പോർട്ടിൽ ഒരു പുതിയ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാം. ഒരു അക്കാഡമി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് വരുന്ന ഒരു കയ്യൊപ്പ് വരുന്ന, അതെ, ഒരു പുതിയൊരു അക്കാഡമി. എല്ലാവരും ഇപ്പോ ചില ഫിനാൻഷ്യൽ ലോ ആയിട്ടുള്ളവർക്ക് സപ്പോർട്ട്, സ്പോൺസർഷിപ്പ്, പറ്റുന്ന രീതിയിലുള്ള സ്പോൺസർഷിപ്പ് ചെയ്ത് ഒരു ടാലന്റിനെ പ്രൊമോട്ട് ചെയ്യുക, നല്ല ടാലന്റിനെ പ്രൊമോട്ട് ചെയ്യുക. അതെ, പക്ക ഒരു എനിക്ക് തോന്നുന്നു രേഷ്മയെ പോലുള്ള ആളുകൾ ഇത് ഇങ്ങനത്തെ ഒരു അക്കാഡമി ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഞാനത് ബിലീവ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് മൈൻഡ് ആവില്ല. അങ്ങനത്തെ ആളുകൾ ചെയ്യുമ്പോഴാണ് അതിലൊരു രേഷ്മയുടെ പാഷനും ലൈഫും ഒക്കെ ആണല്ലോ. അപ്പോ അങ്ങനത്തെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. അതെ അതെ, അത് ഞാനും ആഗ്രഹം. കാരണം ഇപ്പോ ബിസിനസിന് വേണ്ടി എല്ലാവരും ചെയ്യാറുണ്ട്. അവർക്ക് ഈ റിസൾട്ടിനെ പറ്റിയിട്ടോ അല്ല അവര് ഈ കുട്ടികളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടോ അവരുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ കാര്യം പറ്റിയോ ഒരു ബോധറേ ചെയ്യാറില്ല. അവർക്ക് അറ്റ് ദ എൻഡ് അവർക്ക് റിസൾട്ട് വേണം. ബട്ട് ആസ് എ കോച്ച് ഇത്രയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, വി ഷുഡ് കൺസിഡർ അവരുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് എത്ര കൺസിഡർ ചെയ്യുന്നു, അതുപോലെ മെന്റൽ ഹെൽത്ത് കൺസിഡർ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോഴ്സ് ഞാനും ബിലീവ് ചെയ്യുന്നുണ്ട്. എനിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതുപോലൊരു നല്ലൊരു പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതിനത്ര ഇഷ്ടപ്പെടുന്നല്ലേ ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് ഉണ്ടാവും. അപ്പോ രേഷ്മ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോ സോ ഇതുവരെ കിട്ടിയിട്ടുണ്ട് കരിയറിൽ. സോ ഇനി ഇതിനും കൂടെ ശ്രമിച്ചാൽ അത് വർക്ക്ഔട്ട് ആവും. പക്ഷെ ഇത് ഒരു എന്താ പറയുക, ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പ്രൊഫഷണൽ ആരെങ്കിലും വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഉണ്ടാവുമല്ലോ, അത് തകർക്കാതിരിക്കുക, അതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തം അല്ലെ. ഇപ്പൊ രേഷ്മ അങ്ങനത്തെ ഒരു അക്കാഡമി ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓഫ് ട്രെയിനിങ്, അപ്പോ അത് ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. എന്തായാലും ആഗ്രഹം നടക്കട്ടെ. ഓഫ്കോഴ്സ് എന്തായാലും ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, ബെസ്റ്റ് യുഎയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതെന്തായാലും എനിക്ക് 101% എനിക്ക് തരാൻ പറ്റും. കാരണം അത്രയും ഞാൻ പാഷനേറ്റ് ആണ് ഈ ഒരു സാധനം കാണുന്നതും കൊണ്ടുപോകുന്നതും. സോ അതുകൊണ്ട് അതെ, ഒരു ചോദ്യം കൂടെ, ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് എപ്പോഴാണ് ലൈഫിൽ, അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം എന്താണ്? ഏറ്റവും എൻജോയ് ചെയ്തിട്ട് നമുക്കൊരു ഇത് കിട്ടുമല്ലോ, ഒരു എന്താ പറയാ, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്ന അല്ലെങ്കിൽ അഡ്രിനാലിന്റെ ഹൈ കിട്ടുന്നത്, അത് ഏത് മൊമെന്റ്? എനിക്ക് മൊമെന്റ്സ് അല്ല, എനിക്ക് എവ്രിഡേ ഞാൻ ബിലീവ് ചെയ്യുന്നത്, എനിക്ക് എവ്രിഡേ അത് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് ഡൗൺഫോളിൽ പോയിട്ടുണ്ട്. ഒരുപാട് ടൈമില് അയ്യോ എന്ത് ചെയ്യും, ഞാൻ ഒരുപാട് ടെൻസ്ഡ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള പോലെ, ഈ നോർമൽ ഹ്യൂമൻ ബീയിങ്സിനുള്ള പോലത്തെ എല്ലാ ഇമോഷൻസും ബാലൻസും മൂഡ് സ്വിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അറ്റ് ദ എൻഡ് എനിക്ക് പീസ് കിട്ടുന്നത് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്ത് ഇന്നത്തെ ദിവസം സംതിങ് കുറച്ച് ഞാൻ എന്നെ തന്നെ ബെറ്റർ ആവാൻ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, അവിടെയാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ഇന്നത്തെ ദിവസം ഇപ്പൊ ഞാൻ ഇവിടെ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഇന്നത്തെ 2-4 വേർഡ്സ് നാളെ 4 പേർക്ക് ഇതൊരു മോട്ടിവേറ്റ് ആവണമെങ്കിൽ അതാണ് എന്റെ വലിയ ഹാപ്പിനെസ് എന്ന് ഞാൻ ഇപ്പോഴും. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും ഞാൻ എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും, ഈവൻ ഒരു ഡയറ്റ് ആണെങ്കിലും, ഞാൻ ഇപ്പോഴാണെങ്കിലും എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ സ്ട്രിക്റ്റ് ലൈഫാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്.
വേണമെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഉഴപ്പി നടക്കാം. കോച്ചിന് കുറച്ച് ഉഴപ്പാറുണ്ടോ ചോദിച്ചാൽ എനിക്കും ചീറ്റ് ഡേ ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവരും അല്ല, അത് ഞാൻ ചോദിച്ചതല്ല. ഇപ്പൊ കോച്ച് എന്ന് പറയുമ്പോ ഭയങ്കര ഫിറ്റ്നസ് നോക്കി നിൽക്കണം, അങ്ങനെ ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മീൻസ് ഒരു ഓൾഡ് ജനറേഷൻ ഒരു തോട്ട്സ് ഉണ്ട്. കോച്ച് ഷുഡ് ഹാവ് എ ബിഗ് സ്റ്റമക്ക്, ഹെൽത്തി ലൈക്ക് ദാറ്റ്. ബട്ട് ജനറേഷൻ ചേഞ്ച് ആയി. പീപ്പിൾ ഹാവ് ടു നോ നമ്മള് കോച്ചസ് ആണ് അവര് ഒരു എന്താ റോൾ മോഡൽ ആവേണ്ടത്. ഇഫ് നമ്മള് എന്താണ് ഫിറ്റ് അല്ല, ഇഫ് യു ആർ നോട്ട് ഫിറ്റ്, ഇഫ് യു ആർ നോട്ട് എ ചാമ്പ്യൻ, ഹൗ ദേ ആർ ഗോണ ഫോളോ യു? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് വൈ ദേ ഹാവ് ടു ലുക്ക് അതേഴ്സ് ആസ് എ റോൾ മോഡൽ? എന്തിനാണ് അവര് മറ്റുള്ളവരെ സെർച്ച് ചെയ്യുന്നത്? ആസ് എ കോച്ച് നമ്മൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? അതുകൊണ്ടാണ് ഞാനിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നതും ഈ ട്രെയിനിങ് ചെയ്യുന്നതും എന്റെ ലൈഫും എന്താ പറയാ കറക്റ്റ് മോട്ടിവേഷനും കാര്യങ്ങളും കൊണ്ടുപോകുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്. അറ്റ് ദ എൻഡ് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് ഇപ്പൊ ഇതും ഒരു ഈ ചിൽഡ്രൻസിനുള്ള ഗ്രോത്തിനുള്ള അടുത്ത ഒരു ഗുഡ് തിങ്ങും അതാണ്. ഞാനിപ്പോ ഡെയിലി എണീറ്റ് ഞാൻ ഡെയിലി കറക്റ്റ് ക്ലീൻ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് ഡെയിലി രാവിലെ ഞാൻ ജിം ചെയ്യാറുണ്ട്. എന്നും 1 hour എന്തൊക്കെ പ്രശ്നം വന്നാലും ഓടിപ്പോയി ഞാൻ ജിം ചെയ്യും, തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കിന് പോകും, തിരിച്ചു വരും, നൈറ്റ് എത്തും, ഫുഡ് കുക്ക് ചെയ്യും. ഇതാണ് എന്റെ ലൈഫ് റൂട്ടീൻ. എനിക്കിതിൽ വേണമെങ്കിൽ ഉഴപ്പിക്കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ 4 സ്റ്റുഡൻസിന് മനസ്സിലാവും, ഓക്കെ കോച്ച് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു, കോച്ച് ഇത്രയും ഫിറ്റ് ആണ്, കോച്ചിന്റെ കിക്ക് ഇത്രയും നല്ലതാണ്, അപ്പൊ എനിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയി ചെയ്യണം എന്ന് അവരുടെ മൈൻഡിൽ അപ്പോഴേ വരും. അവർക്കൊരു വീഡിയോ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിന്റെ മാച്ചസ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ കൂടെ അവരെ പറയാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അതൊക്കെ അങ്ങനെ ആവുമ്പോഴാണ് കൂടുതൽ റിസൾട്ട്സ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ തൈക്കോണ്ടോയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനും വേൾഡ് ചാമ്പ്യൻഷിപ്പും നാഷണൽസ് അച്ചീവ്മെന്റ് ഉണ്ട്, അതൊരു ഒളിമ്പിക്സ് കോച്ചസ് ആണെങ്കിൽ അപ്പൊ അതിനനുസരിച്ചുള്ള കുട്ടികൾക്കുള്ള മൈൻഡ് സെറ്റും തിങ്കിങ് എല്ലാം വളരെ ഡിഫറെന്റ് ആയിരിക്കും. അത് ഇപ്പോഴത് അകത്തോട്ട് കയറി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ ഒരു കാര്യങ്ങളെല്ലാം. അതായത് ഒരു അത്ലറ്റ് റിട്ടയർമെന്റ് ലൈഫ് എടുക്കുമ്പോൾ റിട്ടയർമെന്റ് ലൈഫിന് ശേഷം അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെ അതിന്റെ മുന്നേ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് പറയാൻ പോകുമ്പോൾ അല്ലെ എന്റെ ലൈഫ് തീരാൻ പോവാണ്, അങ്ങനത്തെ കാര്യങ്ങളിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്താണ് നടക്കുന്നത് ശരിക്കും ആക്ച്വലി? എല്ലാവരും ഞാൻ ഒരുപാട് വീഡിയോസും പോഡ്കാസ്റ്റും മോട്ടിവേഷനും എല്ലാം ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇതുവരെയ്ക്കും ആഫ്റ്റർ റിട്ടയർമെന്റ് എന്താണെന്ന് ഒരാളെ സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഇപ്പോൾ ഈവൻ മൈക്കിൾ ഫിലിപ്പ് ഇത്രയും ഒളിമ്പിക്സ് മെഡലിസ്റ്റ് ആണ്. ഈവൻ ആള് വരെ ഈ ഒരു എന്താണ് റിട്ടയർമെന്റ് കരിയറിന് ശേഷം ഒരുപാട് മെന്റൽ ഇഷ്യൂസ് ഫേസ് ചെയ്തു. കാരണം ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കാരണം അവര് ടോപ്പായി നിൽക്കുന്ന സമയത്ത് അവരെ അപ്രിഷിയേറ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. വൺസ് ദേ ആർ അതിന്ന് കഴിഞ്ഞ് വരുന്ന സമയത്തുള്ള അതിനുശേഷമുള്ള ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് ഞാൻ അറിയുന്നത്. മെയിനായിട്ട് അവര് അത്ലറ്റ് ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എണീക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം നമ്മൾക്കൊരു എല്ലാ മാസമാണെങ്കിലും ഒരു ഇയറിൽ നമുക്ക് ഇത്ര ടാർഗറ്റ്സ് ഉണ്ട്, ഒരു എയിം ഉണ്ട്. പക്ഷെ ഒരു എയിം ഉണ്ട്, നമ്മൾ എണീക്കുന്നു, കറക്റ്റായിട്ട് എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പോകുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, ആൾക്കാർ മീറ്റ് ചെയ്യുന്നു, ഇന്ന് നമ്മൾ ഇത്രയും ഗോൾഡ് വരുന്നു, അടുത്ത ദിവസം നമുക്ക് സിൽവർ ആവുന്നു, അപ്പൊ അടുത്ത പിറ്റേ മാച്ചിന് നമ്മൾ വീണ്ടും ഗോൾഡ് ആക്കാൻ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ റുട്ടീനായിട്ട് പോകുന്നത്. പ്രോപ്പറായിട്ടായിട്ട് ആൾക്കാരുടെ ഫാൻസ്, അതുപോലെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പോൺസർഷിപ്പ്, ഇതെല്ലാമാണ് നമ്മുടെ ഈ ഒരു അത്ലറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ബട്ട് അത് കഴിയുന്ന സമയത്ത് ഞാൻ ഒരുപാട് കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും ഒരുപാട് ഈ റിട്ടയർമെന്റ് എടുക്കുന്നത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരാദ്യം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്യേണ്ട, ഞാൻ ബിലീവ് ചെയ്യുന്നത് അതാദ്യം അവർ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ റിട്ടയർമെന്റ് എടുക്കുകയാണ്, പക്ഷെ റിട്ടയർമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കരിയർ ഫിനിഷ് ആയി എന്നല്ല. ഒരു അത്ലറ്റ് കരിയറിന് നിങ്ങൾ വേറൊരു കരിയറിലോട്ട് നിങ്ങൾ ഇവോൾവ് ചെയ്യാണ്. ഒരു ഷിഫ്റ്റ് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് നിങ്ങളൊരു അടുത്തൊരു കാര്യത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതാദ്യം അവർ അക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത് എന്തിനാണ് നമ്മൾ സ്പോർട്സ് നിർത്തിയിട്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫ് റൂട്ടീൻ മാറ്റുന്നത്? ഐ ബിലീവ് അപ്പോഴും നിങ്ങൾ എന്നും പോലെ തന്നെ നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ക്ലീൻ ഫുഡ് കഴിക്കണം, അതുപോലെ എന്താ പറയുക വർക്കൗട്ട് ചെയ്യണം. എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ അത്രയും നമ്മൾക്ക് ആ ഒരു മിസ്സിങ് ഉണ്ടാവില്ല, അത്രയും ഒരു ഡിപ്രഷനുള്ളൊരു സ്റ്റേജിലോട്ട് നമ്മൾ പോവില്ല. ഓഫ് കോഴ്സ് നമ്മൾക്ക് ഈ ഫാൻസ് അധികം അത്രയും ഉണ്ടാവില്ല, മീഡിയാസ് ഫോക്കസ് പോകും, അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും, കുറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത്
ഈ നല്ല അത്ലറ്റ്സ് ഇപ്പൊ ഞാനാണെങ്കിലും ഒരുപാട് ഇന്ത്യയിൽ ടോപ്പ് അത്ലറ്റ്സ് റിട്ടയർമെന്റ് എടുത്ത് അവർ കോച്ചിങ് ഫീൽഡിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അവർ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി അവര് ആസ് എ കോച്ച് ബിലീവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കോച്ചസ് ഓൾറെഡി അവർ പ്രൂവ് ചെയ്തിട്ട് അവർ ആ ഒരു സ്റ്റേബിളിൽ നിൽക്കുന്നുണ്ട്. മേ ബി സം കോച്ചസ് അവർ ചിലപ്പോൾ എലിജിബിൾ ആയിരിക്കും, മീൻസ് നല്ല ടാലന്റ് ഉള്ള കോച്ചസ്. ചിലവർ ടാലന്റേ ഉണ്ടാവില്ല, ജസ്റ്റ് ബിക്കോസ് ഓഫ് മണി അവർ മീൻസ് ഞാൻ വലിയൊരാളാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടാവും, മാനിപ്പുലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്രയും ടാലന്റ് ഉണ്ടായിട്ട് നമ്മളൊരു ആസ് എ കോച്ചിങ് കരിയറിലോട്ട് വരുന്ന സമയത്ത് നമ്മളെ ബിലീവ് ചെയ്യാൻ അവർ ടൈം എടുക്കുന്നുണ്ട്. അത് ചില അത്ലറ്റ്സിന് ചില കോച്ചസിന് ഭയങ്കര പ്രോബ്ലം. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ടാലന്റ് ആണ്, ഞാൻ ഇത്രയും നല്ല ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എന്നെ ആൾക്കാർ ബിലീവ് ചെയ്യുന്നില്ല? അത് അവർക്ക് പറയാനുള്ളത്, നിങ്ങളത് ഗ്രാജുവലി അത് ബിലീവ് ചെയ്യും. നിങ്ങൾ പതിയെ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നിങ്ങളുടെ പ്രൂവ് ചെയ്യുക. നിങ്ങൾ കോച്ചിങ് കരിയറിൽ അത്ലറ്റ് കരിയറിൽ ചെയ്തതല്ല നമ്മളെ കോച്ചിങ്. നമ്മൾ അത്ലറ്റ് ആയിരുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ മെഡൽ മാത്രമേ ഉള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. നമ്മുടെ മറ്റുള്ള റിസൾട്ട് ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ഈഗോ എടുത്ത് മാറ്റണം. പേഷ്യൻസ് വരും, പിന്നെ കുറച്ചുകൂടെ കൂടുതൽ മോട്ടിവേഷൻസ് വരും. നമ്മുടെ കാര്യം മാത്രമാണ് മുമ്പ് നോക്കിയിരിക്കുന്നത്. നമ്മൾക്ക് ഒരു 10 മൈൻഡ് സെറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങൾ 10 രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് വരണം. പിന്നെ അറ്റ് ദ എൻഡ് അത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് ടൈം എടുത്താലും നിങ്ങളെ ഗിവ് അപ്പ് ചെയ്യാണ്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. അതല്ലാണ്ട് റോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വേ ചൂസ് ചെയ്യാണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യും. നിങ്ങൾ വർക്ക് ചെയ്യും. കുറച്ച് ഇപ്പൊ അത്ലറ്റ് കരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് വരണമെങ്കിൽ ഇയേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെയാണ് കോച്ചിങ് കരിയർ. യു ഷുഡ് വർക്ക്. നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ ടാലന്റ് പ്രൂവ് ചെയ്യും. ഗ്രാജുവലി നിങ്ങളെ ബിലീവ് ചെയ്യും, ആൾക്കാർ വരും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും വീണ്ടും റീഗെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹിച്ച അതേ ലൈഫ് വീണ്ടും റീഗെയിൻ ചെയ്യാൻ പറ്റും. ബേസിക്കലി നമുക്ക് വേണ്ടി പണിയെടുക്കുക, മീൻസ് നമുക്ക് വേണ്ടി ചെയ്യാന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ ഈ കാണുന്ന ചുറ്റുപാടുള്ള ഫാൻസിനായാലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ പറയാ ഒരു ഫാൻസ് ഫോളോയിങ് ഒക്കെ കണ്ടിട്ട് ചെയ്യാതെ ഇരിക്കുക. നമ്മൾ എങ്ങനെയായിരുന്നോ അതല്ല ഉദ്ദേശിക്കുന്നത്, എങ്ങനെയായിരുന്നോ ചെയ്തു വന്നിരുന്നത് ചെറിയൊരു ഷിഫ്റ്റ് ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് കൊണ്ടുപോകാന്നാണ്. അതല്ലാതെ അത് ഓർത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കാനോ അതല്ലാണ്ട് കംപ്ലീറ്റ് നിർത്തി വീട്ടിൽ പോയി ഒരു ഹൗസ് വൈഫ് ആയിട്ട് നിൽക്കാനോ എന്ന് ഞാൻ ചെയ്യാതെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് നിങ്ങൾ അടുത്തൊരു എന്താ പറയുക സ്റ്റേജിലോട്ട് മാറണം എന്നാണ് ഞാൻ ബിലീവ് ചെയ്ത്. ഞാൻ വിശ്വസിച്ച് എല്ലാവരും മാറണം എന്നാണ് ഞാൻ എൻ്റെ ആസ് എ ഒരു കോച്ച് അത്ലറ്റ് ഞാൻ എല്ലാവരോടും പറയുന്നത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇവനൊക്കെ ഭയങ്കര സ്പോർട്സിൽ ഭയങ്കര ഇതുണ്ട്, ഇവൻ കയറി വരും, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടും, ഇവന്റെ ലൈഫ് ഇങ്ങനെയാവും. അങ്ങനെ സ്പോർട്സിലും ആർട്സിലും ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾ സ്പോർട്സ് പരമായിട്ട് അങ്ങനെ ചോദിക്കും. അപ്പോൾ അവർ ഈ പാതി വഴിയില് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിർത്തുന്നവരുണ്ട്. ചിലപ്പോൾ ഈ പ്രോപ്പറായ കോച്ച് അവരുടെ ലൈഫിൽ നിങ്ങളെ മീറ്റ് ചെയ്യാത്തതുകൊണ്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് എത്രത്തോളം അങ്ങനെ നമ്മളെ ഇപ്പൊ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ പൊക്കി കൊണ്ടുവരാൻ കോച്ചസ് എത്ര ശ്രദ്ധിക്കണം? ഞാൻ വിശ്വസിക്കുന്ന ആ സ്കൂളിലെ PT സാർ എത്രത്തോളം ശ്രദ്ധിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പൊ ചോദിച്ച പോലെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലാ സ്കൂളുകാരും ആദ്യം കുറച്ച് അവെയർ ആവണമെന്ന് ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം എല്ലാ സ്കൂളുകളിലും PT കൂടെ ഇതുപോലുള്ള മാർഷൽ ആർട്സും കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അവിടെ ഉള്ളവർക്ക് എന്താണ്, എല്ലാ കുട്ടികളും ഇപ്പൊ 5 പേരിലും ഡിഫറെന്റ് സൈസാണ്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കുള്ള ടാലൻസ് ഡിഫറെന്റ് ആണ്. ചിലർക്ക് നന്നായി വോളിബോൾ കളിക്കാൻ പറ്റും, ചിലർക്ക് നന്നായി പഠിക്കാൻ പറ്റും, വരയ്ക്കാൻ പറ്റും, ചിലർ ആക്ടിങ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഉള്ള കഴിവ് വളരെ ഡിഫറെന്റ് ആണ്. അത് മനസ്സിലാക്കുന്നത് ഈ കോച്ചസും ഈ മാനേജ്മെന്റും ഉള്ള ആൾക്കാരാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിന്നാണ് ഗ്രാസ് റൂട്ട് സ്റ്റേജിൽ നിന്ന് അവരാണ് ആദ്യം ബേസ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അവിടെ നിന്നാണ് ഓരോരുത്തർ ഇപ്പൊ സ്കൂളിൽ നിന്ന് ഇപ്പൊ ഞാനും വന്നത് ഒരു സ്കൂളിൽ നിന്നാണ്. എൻ്റെ അവിടെ നിന്ന് കോച്ച് പറഞ്ഞ് നിനക്ക് ടാലന്റ് ഉണ്ട്, സോ എനിക്ക് ഇതുപോലെ സായിലോട്ട് പോവാം. അപ്പൊ അങ്ങനെ ഞാൻ സായിലോട്ട് പോയി. അതിനുശേഷമാണ് എനിക്ക് ഗ്രോത്തും കാര്യങ്ങളും വന്നത്. അതുപോലെ എല്ലാ സ്കൂളുകളിലും ഇതുപോലെ ഓരോ കോച്ചസിനെ അപ്പോയിന്റ് ചെയ്ത് അവർക്കൊരു ചാൻസ് കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞ് ഇതുപോലെ കുറച്ച് പകുതി വഴി എത്തുന്ന സമയത്ത് ഒരുപാട് പേര് കരിയർ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അത് പല റീസൺസ്, മേ ബി പേഴ്സണൽ ഇഷ്യൂ, ഫിനാൻഷ്യൽ ഇഷ്യൂ, വാട്ട് എവർ. എന്തൊക്കെ റീസൺ ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ലൈഫിൽ നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു എയിം ഉണ്ടാവണം. ലൈഫിൽ നിങ്ങൾ ഒരു ടാർഗറ്റ് ഉണ്ടാവണം. നമുക്കൊരു അതില്ലാതാവുമ്പോഴാണ് ലൈഫിൽ ഒന്നും ചെയ്യാണ്ട് നമ്മൾ മിണ്ടാതിരുന്ന് പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇനിയിപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കിയിട്ടും പ്രത്യേകിച്ചില്ല, അല്ലാണ്ട് എനിക്കിത് അച്ചീവ് ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ആസ് എ പാരന്റ് സിസ്റ്റർ എവരും നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കണം അവർക്ക്. യു ഷുഡ് ബി ലൈക്ക് ദിസ്, നിനക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട്, നീ വർക്ക് ചെയ്യണം, നീ എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം അവരെ ഗൈഡ് ചെയ്യണം. നമ്മൾ എന്താണെന്ന് ശരിക്കും നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചില സമയത്ത് അതിന് നമ്മൾക്കും പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ നമ്മള് എന്താ പറയാ, ഈ നമ്മുടെ ദൈവത്തിന് ഹനുമാനിന് ശക്തി എന്താണെന്ന് ആൾക്കറിയില്ല, ചില സമയത്ത് ആൾ മറന്നു പോകും. അപ്പൊ നമ്മളാണ് എനിക്ക് ദൈവങ്ങൾ തന്നെയാണ് ആളെ ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് ഇത്രയും ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് മനുഷ്യന്മാർക്കും വരാറുണ്ട്. അത് തന്നെ. അപ്പൊ അതുപോലെ ഒരുപാട് സമയത്ത് ഡീമോട്ടിവേറ്റ് ആവത്തി ലൈഫ് ഗിവ് അപ്പ് ചെയ്യുന്ന സമയത്ത്, ഈവൻ മഹാഭാരതത്തില് അർജുൻ എല്ലാം നിർത്തി ഗിവ് അപ്പ് ചെയ്തു. ഇത്രയും വലിയ യുദ്ധമാണ്, ഞാൻ തോൽക്കാൻ പോവാണ് ഈ യുദ്ധത്തിൽ. അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട്, നീ നിന്റെ കർമ്മം ചെയ്യ്, നിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിന്റെ ഡ്യൂട്ടി നീ ചെയ്യ്, റിസൾട്ടിനെ പറ്റി നീ ചിന്തിക്കണ്ട. ആദ്യം പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവണം. ഞാൻ ഈ രാമായണം മഹാഭാരതം അങ്ങനെയൊക്കെ വായിക്കുന്നതും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇതൊക്കെ അറിയുന്നത്. ഞാൻ ഒരുപാട് ഈവൻ രാമായണം മഹാഭാരതം വേണമെന്നൊന്നുമില്ല, ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് പണ്ടത്തെ ആൾക്കാര് നമ്മൾ ഇന്ന് തെറാപ്പിയും കാര്യങ്ങളും ഈ എക്സ്പീരിയൻസും ഉണ്ടാവുമ്പോൾ പണ്ടത്തെ ആൾക്കാര് അവരുടെ എക്സ്പീരിയൻസ് ആണോ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചെറിയ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാന്ന് അവരുടെ രീതിയിൽ അത് അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ബട്ട് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പം ആസ് എ പേഴ്സൺ ഞാൻ ഇന്നും അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരാളെ ആസ് എ കൃഷ്ണനായിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് നിങ്ങളത് ഗൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, എനിക്ക് ഇതുപോലെ ടാലന്റ് ഉണ്ട്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത് എന്ന് കൊടുക്കണം. അതുപോലെ അവർക്കൊരു നല്ലൊരു എക്സ്പ്ലോഷറും കൂടെ കിട്ടുന്ന സമയത്ത് അത് ഒരു ഫ്ലോ ആവും. പിന്നെ ഒരു ഡീമോട്ടിവേറ്റുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും, എന്നാലും വൺസ് അവരും കൂടെ വിചാരിക്കണം, ഓക്കെ നമ്മൾ പറഞ്ഞ് ഒരു അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവേണ്ട ആദ്യം. അത് അവരും കൂടെ മനസ്സിലാക്കുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകും. ഓക്കെ മാം, ഇപ്പൊ ഇത്രയും പ്രൗഡ് മൂമെന്റിൽ നിൽക്കുന്ന ടൈമിൽ മാമിന് എന്താണ് ഇനിയുള്ള ജനറേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫ് അത്ലറ്റ് കരിയറിന്ന് ഞാൻ റിട്ടയർമെന്റ് എടുത്തു. ബട്ട് റിട്ടയർമെന്റ് ആയിട്ടല്ല, ഞാൻ എൻ്റെ ലൈഫിനെ ഇവോൾവ് ചെയ്യാണ്, ഞാനൊരു ഷിഫ്റ്റ് ചെയ്യണം ആസ് എ കോച്ച്. ഒരിക്കലും ലൈഫിൽ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സർക്കംസ്റ്റൻസസും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും എത്ര ഹാർഡ് മൊമെന്റ്സ് വന്നു കഴിഞ്ഞാലും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് ലൈഫിൽ. എപ്പോഴും ഒരു ലൈഫ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും കൂടെ ഉള്ളതാണ് ഒരു ലൈഫ്. അപ്പോൾ ഒരു ലോ ഫേസ് ഉണ്ടെങ്കിൽ 101% ഒരു നല്ല ഫേസ് വരും. പക്ഷെ അത് നിങ്ങൾ മിണ്ടാതെ കരഞ്ഞോണ്ട് അതേ ഇരുന്നവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് കിട്ടില്ല. സോ നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ നിങ്ങൾ ഡൗൺഫോളിലുള്ള സമയത്ത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാണ്ട് ലൈഫിൽ വർക്ക് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ എന്താണെങ്കിലും അത്രയും 101% നിങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. സെക്കൻഡ് തിങ്, ഒരിക്കലും നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ലൈഫിൽ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കരുത് ലൈഫിൽ. ഇഫ് യു വാണ്ട് ടു അച്ചീവ് സംതിങ്, നിങ്ങൾക്ക് ആ ഒരു സർക്കിളിൽ നിന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി നിങ്ങൾ വർക്ക് ചെയ്യണം. Retirement for me is not ending. It's a new responsibility. I'm not giving up. I'm just translating my athlete career into coaching career. So, ഇത്രയും കാലം ഞാൻ എൻ്റെ മെഡലിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ബട്ട് ഫ്രം നൗ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ മെഡലിന് വേണ്ടി റെസ്പോൺസിബിളായി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. സോ നിങ്ങളും വരൂ, ലെറ്റ്സ് ലേൺ മാർഷൽ ആർട്ട് വിത്ത് മീ. ഇനി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് രേഷ്മ വേണുവാണ്. ഇത്രയും നല്ല ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്തതിന് വളരെ താങ്ക്സ് ഉണ്ട് മാം. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് എപ്പിസോഡ്.